ഹായ് ഹലോ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. മക്കളെ, ഫ്രാക്ഷൻസിൻ്റെ വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും കണ്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇന്നും നമ്മുടെ ഫ്രാക്ഷൻസ് പോലെ തന്നെ വളരെ മർമ്മപ്രധാനമായി പഠിച്ചിരിക്കേണ്ടതായ പ്രൈം നമ്പേഴ്സ് എന്ന ഭാഗവുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കുറേ പേർക്കൊക്കെ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാൻ അറിയാം, കുറച്ച് പേർക്ക് ഒന്നും അറിയില്ല. അങ്ങനെയുള്ളവർക്ക് ഏറ്റവും നല്ല രീതിയിൽ പ്രൈം നമ്പേഴ്സ് പഠിക്കാൻ ഇത് തന്നെയാണ് ഏറ്റവും നല്ലൊരു അവസരം. ഓക്കെ, നിങ്ങൾ കണ്ടതായ ചോദ്യങ്ങൾക്കപ്പുറം നിങ്ങൾ കാണാത്തതായ ചോദ്യങ്ങളെ കൂടെ ഞാൻ ഇവിടെ കൊണ്ടുവരാം. ഓക്കെ, വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് തരാം. ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്ന ഭാഗത്തിലേക്ക് കിടക്കാം. നമ്മളെ ഏറ്റവും ആദ്യം തന്നെ എന്താണ് പ്രൈം നമ്പേഴ്സ്? പ്രൈം നമ്പേഴ്സ് ഏതൊരു നമ്പർ എടുത്താലും ആ നമ്പറിൻ്റെ ഫാക്ടറുകളായ ആളുകളെ നമ്മൾ പരിശോധിക്കണം. ഓക്കെ ആണോ? ഉദാഹരണത്തിന് ഞാൻ 15 എന്ന് പറയുന്ന ഒരു നമ്പർ എടുത്തു. ഈ 15 എന്ന് പറയുന്നതായ സംഖ്യയെ പെർഫെക്റ്റ്ലി ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്ന മറ്റു സംഖ്യകൾ ആരൊക്കെയുണ്ടോ അതെല്ലാം തന്നെ 15ന്റെ ഫാക്ടറുകളാണ്. ശരിയല്ലേ? അതായത് 5 ഗുണം 3 എന്ന് പറയുന്നത് 15. ശരി. അതേപോലെ 1 ഗുണം 15 എന്ന് പറയുന്നത് 15. ശരി, ശരിയാണോടാ? ആണ്. അതുകൊണ്ട് തന്നെ 5 എന്ന് പറയുന്നത് 15ന്റെ ഒരു ഫാക്ടറാണ്. അല്ലേ? വേണ്ട, 1 എന്ന് തുടങ്ങാം. 1 എന്ന് പറയുന്നത് 15ന്റെ ഒരു ഫാക്ടറാണ്. അത് കഴിഞ്ഞാൽ 3 ഒരു 15ന്റെ ഫാക്ടറാണ്. അത് കഴിഞ്ഞാൽ 5 എന്ന് പറയുന്നത് ഒരു 15ന്റെ ഫാക്ടറാണ്. അത് കഴിഞ്ഞാൽ 15 എന്ന് പറയുന്നതും 15ന്റെ ഒരു ഫാക്ടർ അല്ലേ? ആണ്. അതായത് 15ന്റെ ഫാക്ടറുകൾ 1, 3, 5, 15 എന്നൊക്കെയാണെന്ന് നമ്മൾ പഠിക്കും. നമുക്ക് അറിയാം ഇതൊക്കെ. ശരിയല്ലേ? ഇങ്ങനെയുള്ള നമ്പറുകളെ നമ്മൾ വിളിക്കുന്ന പേരെന്ന് പറയുന്നത് കോമ്പോസിറ്റ് നമ്പറുകൾ എന്ന. എന്ത് പേരിട്ടാ വിളിക്കാറ്? കോമ്പോസിറ്റ് നമ്പറുകൾ എന്ന ഈ പറയുന്ന ആളുകളെ വിളിക്കാറ്. എങ്ങനെയുള്ള ആളുകൾ? ഈ പറയുന്ന 15നെ പോലെയുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ എന്താ? 1, അതുപോലെ നമ്പർ ഇറ്റ്സെൽഫ്, തന്നിരിക്കുന്നതായ സംഖ്യയും ഒന്നും അല്ലാതെ, തന്നിരിക്കുന്നതായ സംഖ്യയും ഒന്നും അല്ലാതെ അതിനു മുകളിൽ ഫാക്ടറുകൾ സ്വന്തമായുള്ള ആളുകളെ വിളിക്കുന്ന പേരാ കോമ്പോസിറ്റ് നമ്പറുകൾ. എങ്കിൽ ആരാടാ പ്രൈം? 7 എന്ന് പറയുന്ന ഒരു നമ്പറിനെ പരിഗണിക്കുക. 7 എന്ന് പറയുന്ന ആളിനെ 7 ഗുണം 1 എന്ന് എഴുതി ഈക്വൽ ടു 7 എന്നല്ലാതെ വേറെ ഏതെങ്കിലും രണ്ടുപേരുടെ ഗുണിതങ്ങളാക്കി എഴുതാൻ പറ്റുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് 1 ഒരു ഫാക്ടറാണ് 7ന്, 7ഉം ഒരു ഫാക്ടറാണ്. എന്താ? നമ്പർ ഇറ്റ്സെൽഫും 1ഉം. കണ്ടോ? ഈ പറയുന്നതായ 2 ഫാക്ടറുകൾ ഉള്ള ആളുകളെ വിളിക്കുന്ന പേരാ എന്ത്? പ്രൈം നമ്പേഴ്സ്. 2 ഫാക്ടറുകൾ ഉള്ള ആളുകളെ വിളിക്കുന്ന പേരാ എന്തെന്ന് പറയുന്നേ? പ്രൈം നമ്പേഴ്സ്. ഓക്കെ അല്ലേ മക്കളെ? അപ്പോ പ്രൈം നമ്പറുകൾ എന്ന് പറഞ്ഞാൽ എത്ര ഫാക്ടറുകൾ ഉണ്ടാകും? 2 ഫാക്ടറുകൾ ഉള്ള നമ്പറുകളാണ് ആര്? പ്രൈം നമ്പർ. ആരൊക്കെയാ? 1 ഒരു പ്രൈം ആയിരിക്കണം, 1 ഒരു ഫാക്ടർ ആയിരിക്കണം. അതുപോലെ ആരായിരിക്കണം? ദ നമ്പർ ഇറ്റ്സെൽഫും എന്തായിരിക്കണം? ഒരു ഫാക്ടർ ആയിരിക്കണം. ഈ 2 പേരല്ലാതെ മറ്റാരും ഇല്ലാത്ത ആളുകളാണ് പ്രൈം നമ്പർ. ഇതല്ലാതെ, അതായത് 2ന് മുകളിൽ ഫാക്ടറുകളുള്ള ആളുകൾ അപ്പോൾ ആരായി മാറും? കോമ്പോസിറ്റ് നമ്പേഴ്സ് ആയി മാറും. ശരിയല്ലേ? അപ്പോ ഈ പറയുന്ന നമ്പറുകളുടെ ഫാക്ടറുകൾ എന്ന് പറയുന്നത് 2 ഫാക്ടറുകൾ മാത്രമേ ഉള്ളൂ എന്നാണെങ്കിൽ only 2 ഫാക്ടേഴ്സ്, നോട്ട് മോർ ദാൻ 2 എന്നൊക്കെയാണ് പറയുന്നതെങ്കിൽ എന്തായിരിക്കും? അവന്മാരായിരിക്കും ഈ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ശരിയല്ലേ? ഈ പറയുന്ന പ്രൈം നമ്പേഴ്സ് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ഇതുവരെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എന്നതിലൂടെ എല്ലാം വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള രീതിയിലേക്ക് നമുക്ക് ഈ ഒരു ഭാഗത്തിനെ കൊണ്ടുപോകണ്ടേ? അതിന് നമ്മൾ കുറച്ച് കാര്യങ്ങളോട് അറിയണം. ആ കാര്യങ്ങളിലൂടെ എല്ലാം പോകുമ്പോൾ സ്ക്വയർ റൂട്ട് മെത്തേഡും റിമൈൻഡർ മെത്തേഡും ഒക്കെ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം ഗൈസ്. അങ്ങനെയെങ്കിൽ നമുക്ക് പോകാം ഈ പറയുന്ന ഭാഗത്തിൽ ഏതൊക്കെ ടൈപ്പുകൾ ചോദിച്ചിട്ടുണ്ട് എന്നതിലേക്ക്. മക്കളെ, ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് നമ്പേഴ്സ് അപ് ടു 100 എന്ന് പറയും. അതായത് 1 മുതൽ 100 വരെയുള്ളതായ പ്രൈം നമ്പറുകളെ നമ്മൾ നല്ലതുപോലെ പഠിച്ചു വെക്കണം. കാരണം ഈ പറയുന്ന പ്രൈം നമ്പറുകളിൽ മാത്രമല്ല ഇതിന്റെ ഉപയോഗമുള്ളത്, മറ്റു പല സ്ഥലങ്ങളിലുമുണ്ട്. ഓക്കെ, അത് ഓരോരോ കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം. ഓക്കെ ആണോ? അപ്പോൾ ആ 100 വരെയുള്ള നമ്പറുകളെ കൃത്യമായി പഠിച്ചു വെക്കുന്ന ഒരാൾക്ക് ചെയ്തു പോകാൻ പറ്റുന്ന വളരെ എലമെന്ററി ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ ടൈപ്പ് 1-നകത്ത് വരിക. 1-നകത്ത് മാത്രമല്ല, ടൈപ്പ് 2 നോക്കേടാ, നമ്പർ ഓഫ് പ്രൈംസ് ആൻഡ് കോമ്പോസിറ്റ്സ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്.
രണ്ട് പ്രൈം നമ്പറുകൾക്കിടയിൽ എത്ര കോമ്പോസിറ്റുകൾ ഉണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് നമ്പറുകൾ പറഞ്ഞിട്ട് അവയ്ക്കിടയിൽ എത്ര കോമ്പോസിറ്റുകൾ ഉണ്ട് എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് രണ്ടാമത്തെ ഇവിടെ നിന്ന് ചോദിച്ചിട്ടുള്ള ടൈപ്പ്. മക്കളെ, മൂന്നാമത് എന്താ വരിക? സം ഓഫ് പ്രൈം. പ്രൈമുകളാകുന്ന ആളുകളുടെ സമ്മ് എന്നത് എന്താകും എന്ന രീതിയിൽ ഒരു ചോദ്യമുണ്ട്. ഓക്കെ ആണോ? ഇനി ചോദിച്ചിട്ടുള്ള നാലാമത്തെ ടൈപ്പ്, തന്നിരിക്കുന്ന സംഖ്യ ഒരു പ്രൈം ആണോ അല്ലയോ എന്ന് ഐഡന്റിഫൈ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചോദ്യങ്ങൾ. ഓക്കെ, അഞ്ചാമത്തെ ടൈപ്പ് നോക്കേ, തന്നിരിക്കുന്നതായ പ്രൈം നമ്പറുകളുടെ LCM ആര്, അല്ലെങ്കിൽ പ്രൈം ഫാക്ടർ ആര് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദ്യങ്ങൾ ഉണ്ടാകും. ആറാമത്തെ ടൈപ്പ് നോക്കേ, ലീസ്റ്റ് പ്രൈം ഫാക്ടർ ഓഫ് ദ സമ്മ്. രണ്ട് പ്രൈമായ സംഖ്യകൾ കൂട്ടുമ്പോൾ അവിടെ ഉണ്ടാകുന്നതായ ഫാക്ടർ, ലീസ്റ്റ് പ്രൈം ഫാക്ടർ ആര് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കാം. ടൈപ്പ് 7 നോക്കേടാ, തന്നിരിക്കുന്നതായ പ്രൈം നമ്പറുകളുടെ സമ്മുകളാകാൻ സാധ്യതയുള്ളവന്മാരാര്, വാട്ട് ആർ ദ പോസിബിൾ സംസ് ഓഫ് പ്രൈംസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ടൈപ്പ് ചോദ്യങ്ങളുണ്ട്. ഇനി എട്ടാമത് നോക്കേ, പ്രോഡക്റ്റ് ഓഫ് പ്രൈംസ്. എന്താ പറയാ? പ്രൈമുകളുടെ പ്രോഡക്റ്റ്, അല്ലെങ്കിൽ ഈ പറയുന്നതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതായ ചോദ്യങ്ങൾ. ഓക്കെ ആണോ? ഇനി ഒൻപതാമത്, നമ്പർ ഓഫ് പ്രൈം ഫാക്ടേഴ്സ്, എത്ര പേരുണ്ട് എന്ന് കണ്ടുപിടിക്കാമോ. ഇനി എന്താ? പത്താമത്തെ ടൈപ്പ്, ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കാമോ. ഇത്രയും ടൈപ്പ്, അതായത് ഒരു 10 ടൈപ്പ് ചോദ്യങ്ങളുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എപ്പോഴും സ്ട്രെസ് കൊടുക്കാറത് ഈ ഒരു ടൈപ്പ് മാത്രം പഠിക്കാനാണ്. ബാക്കിയുള്ളതായ എല്ലാം കൂടെ കവർ ചെയ്ത് പോയാൽ മാത്രമേ പ്രൈം കംപ്ലീറ്റ് ആവത്തുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഇത് മൊത്തം നിങ്ങൾക്ക് കവറപ്പ് ചെയ്ത് നിങ്ങളെ കംപ്ലീറ്റ് സെറ്റാക്കി തരാം. ഓക്കെ ആണോ? അപ്പോ ഈ ഒരു ഭാഗത്തിലേക്ക് കടക്കുമ്പോൾ, ചോദ്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങുമ്പോൾ നമ്മൾ ഏറ്റവും നല്ലതുപോലെ പഠിച്ചിരിക്കേണ്ടതായ അവന്റെ എലമെന്ററി ഭാഗം, അവന്റെ പ്രോപ്പർട്ടി. ഓക്കേടാ, ഏറ്റവും ആദ്യം പറയുന്നത് എന്താ? 2 ഒഴികെയുള്ള എല്ലാം തന്നെ ഓഡ് പ്രൈം നമ്പറുകളായിരിക്കും. 2 മാത്രമാണ് ഒൺലി ഈവൻ പ്രൈം നമ്പർ. ബാക്കി എല്ലാവരും തന്നെ ആരാ? അവിടെ ഓഡ് നമ്പറുകളാ. ശ്രദ്ധിച്ചോ? ഇനി എന്താ പറഞ്ഞേ? സം ഓഫ് പ്രൈം നമ്പേഴ്സ്. സം ഓഫ് പ്രൈം നമ്പേഴ്സ്, പ്രൈം നമ്പറുകളുടെ സമ്മ് എല്ലായ്പ്പോഴും എന്തായിരിക്കും? ഈവൻ ആയിരിക്കും. പക്ഷേ അവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ട്. അതാണ് മൂന്നാമത്തതിൽ പറഞ്ഞിരിക്കുന്നത്. എന്താ? ഈ പറയുന്ന സം ഓഫ് പ്രൈം വെൻ 2 ഈസ് വൺ ഓഫ് ദ നമ്പർ. രണ്ട് പ്രൈം നമ്പറുകളിൽ ഒരാൾ 2 ആണെങ്കിൽ കിട്ടാൻ പോകുന്ന സം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും എന്തായിരിക്കും? ഓടായിരിക്കും. എന്തായിരിക്കും? ഓട് ആയിരിക്കും. ഓക്കെ ആണോ? ഇനി എന്താ പറയുക? നമ്മൾ ജനറലായ ഒരു ഫോർമുല ഒന്ന് ഓർത്തു വെച്ചോ. 6n ± 1 എന്നാണ് പറയുക. എന്താണ്? 6n ± 1. ഈ പറയുന്ന ജനറൽ എക്സ്പ്രഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രൈം നമ്പറുകളെ കണ്ടുപിടിക്കാം. 1 മുതൽ 100 വരെയും അതിന് മുകളിലോട്ടും ഒക്കെ പോവാം. പക്ഷേ നമുക്ക് ഈ പറയുന്ന എക്സ്പ്രഷൻ ഉപയോഗിച്ചുകൊണ്ട് കിട്ടുന്ന എല്ലാ സംഖ്യകളും പ്രൈമുകളാണെന്ന് മാത്രമായി പറയാൻ പറ്റില്ല. പ്രൈമുകളെ എല്ലാം കിട്ടും, പക്ഷെ പ്രൈമിനോടൊപ്പം പ്രൈം അല്ലാത്ത നമ്പറും കിട്ടും. കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാവേ. ഇതൊന്ന് ഓർത്തു വെച്ചേക്കണേ. ഇനി എന്താ പറഞ്ഞേ? നാലാമത്തെ പോയിന്റ് നോക്കടാ. അതുകൊണ്ട് തന്നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യപ്പെടുന്നതായ ഏതൊരു പ്രൈം നമ്പറിന്റെയും റിമൈൻഡർ എന്ന് പറയുന്നത് 1 അല്ലെങ്കിൽ 5 എന്നായിരിക്കും. മക്കളെ, ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെയാണ് ഞാൻ റിമൈൻഡർ എന്ന് പറയുന്ന ആ ഒരു മെത്തേഡായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഒരുപക്ഷെ താഴെ തന്നിരിക്കുന്നതിലെ പ്രൈം നമ്പറുകളെ ഐഡന്റിഫൈ ചെയ്യാമോ എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ റിമൈൻഡർ എന്ന് പറയുന്നത് 1 വരുന്ന ഒരേ ഒരാളെ ഉള്ളൂ, അല്ലെങ്കിൽ 5 റിമൈൻഡർ ആകുന്ന ഒരേ ഒരാളെ ഉള്ളൂ വെൻ ഡിവൈഡഡ് വിത്ത് 6. 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എങ്കിൽ അവൻ ഉറപ്പായിട്ടും പ്രൈം ആകും. ഓക്കെ, അതായത് പ്രൈം ആകുന്ന ആളുകൾക്കെല്ലാം 1 അല്ലെങ്കിൽ 5 ആയിരിക്കും എല്ലായ്പ്പോഴും റിമൈൻഡർ വരിക. ഓക്കെ ആണോ? ആ ഒരു കാര്യം പഠിച്ചോ. ഇനി എന്താ പറഞ്ഞേ? അഞ്ചാമത്തെ പോയിന്റ് നോക്കടാ. പ്രൈമുകളാകുന്ന സംഖ്യയുടെ LCM കണ്ടുപിടിക്കാമോ എന്നൊരു ചോദ്യം ഉണ്ടെങ്കിൽ ഒന്നും പേടിക്കണ്ട, പ്രോഡക്റ്റ് ഓഫ് ദ പ്രൈം അങ്ങ് കണ്ടുപിടിച്ചാൽ മതി. എന്ത് കണ്ടുപിടിച്ചാൽ മതി? പ്രോഡക്റ്റ് ഓഫ് ദ പ്രൈം അങ്ങോട്ട് കണ്ടുപിടിച്ചാൽ മതി. തന്നിരിക്കുന്നതായ പ്രൈമുകളുടെ പ്രോഡക്റ്റ് എടുത്താൽ നമുക്ക് എന്തിനെ കിട്ടും? LCM-നെ കിട്ടും. ഇത്രയും കാര്യമുള്ളൂ. ഈ ഒരു പ്രോപ്പർട്ടി നല്ലതുപോലെ മൈൻഡിനകത്തേക്കൊന്ന് ഫീഡാക്കി വെക്കണേ. നല്ലതുപോലെ മൈൻഡിനകത്തേക്ക് ഫീഡാക്കി വെക്കണേ. ഇനി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയണമെന്നറിയാമോ? ഇനി അപ് ടു 100 വരെയുള്ള പ്രൈം നമ്പറുകളെ പഠിക്കണം. ഓക്കെ ആണോ? അപ് ടു 100 വരെയുള്ള പ്രൈം നമ്പറുകളെ പഠിക്കണം. മക്കളെ, ഇതിനകത്തേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് മറ്റൊരു കാര്യം പറഞ്ഞു തരാം. എടാ, 1 മുതൽ 100 വരെ എത്ര പ്രൈം നമ്പറുകൾ ഉണ്ട് എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. എത്ര പ്രൈം നമ്പർ ഉണ്ടെന്ന് അറിയാമോ? 25 പ്രൈം നമ്പറുകളുണ്ട്. 1 മുതൽ 100 വരെ 25 പ്രൈം നമ്പറുകളുണ്ട്. അതുപോലെ 1 മുതൽ 50 വരെ എത്ര പ്രൈം നമ്പറുകൾ ഉണ്ട് എന്ന ചോദ്യവും വന്നിട്ടുണ്ട്. എത്രയാണെന്ന് അറിയാമോ? 15 പ്രൈം നമ്പറുകളുണ്ട്.
ഓക്കെ ആണോ? ഇനി വേണമെങ്കിൽ 1 മുതൽ 1000 ചോദിച്ചിട്ടില്ല, എന്നാലും 168 എന്ന് പഠിച്ചു വെച്ചു. ഓക്കെ ആണോ? അപ്പൊ 1 മുതൽ 100 വരെ 25, 1 മുതൽ 50 വരെ 15, 1 മുതൽ 1000 ആണെങ്കിൽ 168 എന്ന് ഓർത്തു. ഓക്കെ ആണോ? ഇനി ആ ഒരു കാര്യം സെറ്റാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ 2, 3 എന്നിവന്മാർക്ക് ഒഴികെ ബാക്കിയുള്ള എല്ലാവരെയും കിട്ടാൻ ഉപയോഗിക്കാവുന്ന ഒരു എക്സ്പ്രഷനാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന 6n ± 1 എന്ന് പറയുന്നത്. ഓക്കെ, 2ഉം 3ഉം പ്രൈമുകളാണെന്ന് അറിയാലോ, 2 ഓൺലി ഈവൻ പ്രൈം എന്നറിയാലോ. ഇനി എന്നിന് 1, 2, 3 എന്ന് വിലകൾ ഇട്ടേടാ. ദാണ്ടെ 6 ഗുണം 1, ദാണ്ടേടാ ഒരെണ്ണം മൈനസ് ഇട്ട് പറ. ദാണ്ടെ 6 ഗുണം 1 ഒരെണ്ണം പ്ലസ് ഇട്ട് പറ. കിട്ടുന്ന ആളുകൾ ആരൊക്കെയാണെന്നും നോക്കേടാ. 6 ഗുണം 1 6, 6ൽ നിന്ന് 1 പോയാൽ 5 വരും. 6 ഗുണം 1 6, 6ന്റെ കൂടെ 1 കൂട്ടിയാൽ 7 വരും. കണ്ടോ? 5, 7 രണ്ടുപേരും പ്രൈമാ. ഇനി ഇതുപോലെ 6 ഗുണം 2 മൈനസ് 1, എന്നിന് 2 എന്ന് വില കൊടുക്കുക. 6 ഗുണം 2 പ്ലസ് 1, മക്കളെ ആര് വരും ഇവിടെ? 6, 2 12, 12ൽ നിന്ന് 1 കുറഞ്ഞാൽ 11. 6 ഗുണം 2 12, 12ന്റെ കൂടെ 1 കൂട്ടിയാൽ 13. കണ്ടോടെ ആളെ കിട്ടുന്നത്? കണ്ടോടെ ആളെ കിട്ടുന്നത്? തീർന്നില്ല, അടുത്ത ആളിലേക്ക് പോ. 6 ഗുണം 3 മൈനസ് 1, 6 ഗുണം 3 പ്ലസ് 1, മക്കളെ ആര് വരും ഇവിടെ? 6, 3 18ൽ നിന്ന് 1 പോയാൽ എത്ര വരും? 17. 6, 3 18ന്റെ കൂടെ 1 കൂട്ടിയാൽ എത്ര വരും? 19. ഇനി ഇതാണ്ട് എന്നിന് അടുത്ത വില കൊടു. 6 ഗുണം 4 മൈനസ് 1, അടുത്തത് കൂടെ 6 ഗുണം 4 പ്ലസ് 1. 6, 4 24, 24ൽ നിന്ന് 1 പോയാൽ 23ലേക്ക് എത്തും. 6, 4 24, 1 കൂട്ടിയാൽ 25ലേക്ക് വരും. പക്ഷേ 25 എന്ന് പറയുന്ന സംഖ്യ എന്തല്ല? ഇറ്റ് ഈസ് നോട്ട് എ പ്രൈം. ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? എന്താടാ പറഞ്ഞേ? ഈ പറയുന്ന എക്സ്പ്രഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നതായ സംഖ്യകളിൽ പ്രൈമുകൾ എല്ലാവരും ഉണ്ടാകും. ഒപ്പം പ്രൈം അല്ലാത്ത കുറച്ച് ആളുകൾ ഇടയ്ക്കൊക്കെ കടന്നു വന്നേക്കാം. അതാണ് ഞാൻ പറഞ്ഞത്. എന്ത്? ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതായ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്താ? 25 പ്രൈം അല്ലല്ലോ. പ്രൈം അല്ലാത്ത ആളും ആ പറയുന്ന എക്സ്പ്രഷനിൽ കയറി വന്നില്ലേ? പക്ഷേ ഈ പറയുന്ന എല്ലാ സംഖ്യകളും നമുക്ക് അതിനകത്ത് എന്നിന് 1, 2, 3 എന്നൊക്കെ കൊടുക്കുമ്പോൾ കിട്ടൂടാ. പ്രൈം അല്ലാത്തവരും വരുമെന്നേ ഉള്ളൂ. പക്ഷെ പ്രൈം ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ അതിനെ കണ്ടു മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഓക്കെ ആണോ? ഓക്കെ, ഇനി നമുക്ക് ആ ഒരു കാര്യം മനസ്സിലാക്കി തരാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഇനി നമുക്ക് ഈ പറയുന്ന നമ്പറുകളെയൊക്കെ അങ്ങ് പഠിക്കാം. എങ്ങനെയാ മക്കളെ? 2, ദാണ്ടെ 3, അടുത്ത ആള് 5, 7, 11, 13, 17, 19 ഇവിടെ വരെ പഠിക്കും. 2, 3, 5, 7, 9, 11, 13, 17, 19 അവിടെ വരെ പഠിക്കും. 2, 3, 5, 7, 11, 13, 17, 19 ഇതിന് മുകളിലേക്ക് ഒരു ഓർഡർ ഫോളോ ചെയ്യുന്നുണ്ട് അവര്. എന്താണെന്ന് നോക്കേടാ. 3, 9 ഓക്കെ ആണോ? ഇനി 1, 7, ഇനി നോക്കിക്കോണേ. 1, 3, 7 ഇനി എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അറിയോ? തിരിച്ച് റിപ്പീറ്റ് ചെയ്യും. 3, 9, 1, 7 ഇനി റിപ്പീറ്റ് ചെയ്യുമ്പോൾ 1ഉം 3ഉം കാണും. പക്ഷെ 7ന് പകരം അവിടെ എന്ത് വരണം? 9 എന്ന് വരണം. കണ്ടോ? ഇതെന്താന്ന് മനസ്സിലായിട്ടില്ലല്ലോ? ഇല്ല. അപ്പൊ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു വാ. എന്നിട്ട് ഞാൻ പറയാം. 2, 3, 5, 7, 11, 13, 17, 19 അത് കഴിഞ്ഞ് വരുന്ന ആൾ 23, അത് കഴിഞ്ഞ് വരുന്ന ആൾ 29, 3, 9 കണ്ടോ? അത് കഴിഞ്ഞ് 1, 7 കണ്ടോ? 31, 37 അത് കഴിഞ്ഞ് 1, 3, 7 41, 43, 47 അത് കഴിഞ്ഞ് 1 റിപ്പീറ്റ് 53, 59 ഇനിയും അടുത്തത് റിപ്പീറ്റ് 61, 67 റിപ്പീറ്റ്. പക്ഷേ 7ന് പകരം ഇവിടെ എത്തുമ്പോൾ 9 ആകുമെന്ന് മാത്രമേ ഉള്ളൂ. എന്ത് വരുവടാ? 71, 73, 79 അത് കഴിഞ്ഞ് പിന്നെയും റിപ്പീറ്റ് ചെയ്യും. 3, 9 ആരാടാ അത്? 83, 89 90ന് മുകളിൽ ഒരേ ഒരു പ്രൈമേ ഉള്ളൂ. 100ൽ താഴെ 97 മാത്രം. കണ്ടോടാ? പഠിക്കാനുള്ള എളുപ്പ വഴി കിട്ടിയോ? 3, 9, 1, 7, 1, 3, 7 3, 9, 1, 7, 1, 3, 9 3, 9 പിന്നെ ഒരു 7
കണ്ടോ, ഫോളോ ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോ ആരൊക്കെ വരും? 2 പറഞ്ഞേടാ, ഇനി നമ്പറുകൾ ഓരോരുത്തരെയായിട്ട് പറഞ്ഞേടാ. പറഞ്ഞേ 2, 3, 5, 7, 11, 13, 17, 19, 3, 9, 23, 29, 31, 37, 41, 43, 47, 53, 59, 61, 67, 71, 73, 79, 83, 89, 97. നോക്കി ഇനി എത്രയുണ്ടെന്ന്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25. കണ്ടോ, 1-നും 100-നും ഇടയിലുള്ള പ്രൈം നമ്പറുകൾ 25 പേരുണ്ട്. ആ 25 പേരെയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ ആണോ? ഇനി എന്തുകൊണ്ടാണ് ഇതിങ്ങനെ കൃത്യമായിട്ട് പഠിക്കേണ്ടത്, പഠിപ്പിക്കുന്നതെന്നൊക്കെ ചോദ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും. ഇനി നോക്കേടാ, ഒന്നാമത്തെ ചോദ്യം കുറച്ച് എളുപ്പം കിട്ടൂടാ ഇത് കാണാതെ പഠിച്ചു വെച്ചാൽ. കാണാതെ പഠിക്കണ്ട, ആ ഒരു രീതി എങ്ങനെയാണ്, അതിന്റെ പാറ്റേൺ മനസ്സിലാക്കിയാൽ മതി. എങ്ങനെയാ? ആ 19 കഴിഞ്ഞു കഴിഞ്ഞാൽ 3, 9, അത് കഴിഞ്ഞ് എന്തോ വരും? 1, പറഞ്ഞേടാ 1, 7 എന്ന് വരും. ആണോടാ? നോയിക്കോ, നമ്പറുകൾ എങ്ങനെയാ വന്നേക്കുന്നത് നോയിക്കോ. ദാണ്ടേ 3, 9, 1, 7. കണ്ടോ? ദാണ്ടേ 3, 9, 1, 7. ഇനി എന്ത് സംഭവിക്കും? ഇനി 1, 3, 7 എന്ന് വരും. ഇനി എന്ത് ചെയ്യണം? റിപ്പീറ്റ് ചെയ്യണം. 3, 9, അത് കഴിഞ്ഞിട്ട് 1, 7, അത് കഴിഞ്ഞിട്ട് എന്തോ വരും? 1, 3, 7 പകരം ഇവിടെ 9 വരിക. ഇങ്ങനെ ആ പാറ്റേൺ ഓർത്തു വെച്ചാൽ മതിയടാ, കാര്യങ്ങൾ സെറ്റാ. ഇനി നോയിക്കോ, ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത് നോയിക്കോ. ചോദ്യം എന്താ തന്നിരിക്കുന്നത്? ചോദ്യം തന്നിരിക്കുന്നു എന്താ മക്കളെ നോക്കേടാ, എ 2 ഡിജിറ്റ് നമ്പർ. ഇത് ഒരു 2 ഡിജിറ്റ് നമ്പറാണ്. അതിന്റെ ദാണ്ടേ ആദ്യത്തെ നമ്പർ 9, അടുത്ത നമ്പർ എ. ഇനി എന്താ പറയാ, ഇതൊരു പ്രൈം നമ്പർ ആണെങ്കിൽ എയുടെ വാല്യൂ എന്ത്? എ എന്ന് പറയുന്ന ആളിന്റെ വാല്യൂ എന്ത്? എനിക്കറിയാം. എന്ത്? 90-ന് മുകളിൽ 100-ൽ താഴെ ഒരേ ഒരു പ്രൈം നമ്പറേ ഉള്ളൂ. അതാരാ? 97. അതുകൊണ്ട് തന്നെ എയുടെ മൂല്യം എന്ന് പറയുന്നത് 7 തന്നെ ആകാതെ പിന്നെ ആരാകാൻ? അതുകൊണ്ട് ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ഡൗട്ട് ഉണ്ടോ? കണ്ടോ, 1 മുതൽ 100 വരെ പഠിച്ചു വെച്ചത് കൊണ്ടുള്ള, പ്രൈം നമ്പറുകളെ പഠിച്ചു വെച്ചത് കൊണ്ടുള്ള ഗുണം കണ്ടോ? ചോദിച്ച ചോദ്യമാ. ഓക്കെ, എ 2 ഡിജിറ്റ് നമ്പർ 9A ഈസ് എ പ്രൈം നമ്പർ. ഫൈൻഡ് എ. എന്താ? 90-നും 100-നും ഇടയിൽ ഒരേ ഒരു പ്രൈം നമ്പർ മാത്രമേ എന്റെ അറിവിലുള്ളൂ. അതുകൊണ്ട് ആ 97 എന്ന് പറയുന്ന 7 എന്ന് പറയുന്ന സ്ഥാനം കണ്ടോ? ആ 7 ആരുടെ വില? എയുടെ വില. ഓക്കെ, അടുത്ത ചോദ്യം നോക്കേടാ. അടുത്ത ചോദ്യം ഇതാ. How many composite numbers are there from 53 to 97? ചോദിച്ച ചോദ്യവാ. 53-ൽ തുടങ്ങി 97 വരെയും എത്ര കോമ്പോസിറ്റ് നമ്പറുകളുണ്ട്? പ്രൈം അല്ലേ ചോദ്യം? കോമ്പോസിറ്റാ. ഒരു പക്ഷെ ഇത് പ്രൈം ആയിരുന്നു എങ്കിലും എന്തുത്തരം വരുമെന്ന് നമുക്ക് ചർച്ച ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു സംവിധാനമുണ്ട്, ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഈ ഫ്രം കഴിഞ്ഞിട്ട് പറഞ്ഞിരിക്കുന്ന 53-ഉം 2 കഴിഞ്ഞിട്ട് പറഞ്ഞിരിക്കുന്ന 97-ഉം ഇവന്മാര് രണ്ടുപേരും പ്രൈം ആണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. പക്ഷേ ഫ്രം 2 എന്നതിനോടൊപ്പം ഇവന്മാരെ കാണുന്നത് കൊണ്ട് ഇവന്മാരൊഴികെ, എക്സ്ക്ലൂഡിങ് ദീസ് 2 നമ്പേഴ്സ്, ഇൻ ബിറ്റ്വീൻ ഇവന്മാർക്കിടയിൽ ആരുണ്ട് എന്നാ കണ്ടുപിടിക്കേണ്ടത് എന്ന് മനസ്സിലാക്കണേ. ഓക്കെ ആണോ? ഇനി അങ്ങനെ ആയതുകൊണ്ട് ഏറ്റവും ആദ്യത്തെ എന്റെ ചോദ്യം, എടാ എന്തായാലും ഇവന്മാർക്കിടയിലുള്ള പ്രൈം നമ്പറുകളെ നമുക്ക് ആദ്യം അങ്ങ് കണ്ടുപിടിക്കാം. അത് കഴിഞ്ഞ് ചോദ്യത്തിനകത്തേക്ക് പോകാം. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് ഇത്തിരി കഴിയുമ്പോൾ മനസ്സിലാവും. നോക്കിക്കോ, 53-നും 97-നും 53 കഴിഞ്ഞ് വരുന്ന അടുത്ത പ്രൈം നമ്പർ ആരാടാ? 59. അത് കഴിഞ്ഞാരാടാ? 61. അത് കഴിഞ്ഞാരാ? 67. അത് കഴിഞ്ഞാരാ ഉള്ളേ? 71. അത് കഴിഞ്ഞ് 73. അത് കഴിഞ്ഞ് 79. അത് കഴിഞ്ഞാരാടാ? 83, 89. അത് കഴിഞ്ഞ് 97. അവനെ പരിഗണിക്കാൻ പറ്റൂല. ശരിയല്ലേ? കാരണം പറ്റൂല എന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. ഫ്രമും 2-നോടൊപ്പം കിടക്കുന്നവന്മാരെ പരിഗണിക്കണ്ട, എക്സ്ക്ലൂഡിങ് എന്നുള്ള രീതിയിൽ വേണം പരിഗണിക്കാൻ. ഇനി പറ, എത്ര പ്രൈം നമ്പർ ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8. എത്ര പ്രൈം നമ്പറുകൾ ഉണ്ടടാ? 8 പ്രൈം നമ്പറുകൾ ഉണ്ട്. അങ്ങനെ 8 പ്രൈം നമ്പറുകൾ ഉണ്ട് എന്ന് പറയുമ്പോ ഇനി കാര്യങ്ങൾ എളുപ്പമായി. എന്താ? നമ്മൾ ചുമ്മാ കോമ്പോസിറ്റ് നമ്പറുകളെ എണ്ണി സമയം കളയണ്ട. മറിച്ച് 97-നും 53-നും ഇടയിൽ എത്ര നമ്പറുകൾ ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ ആ നമ്പറുകളായതിൽ നിന്ന് പ്രൈമായവന്മാരെ ഒഴിവാക്കിയാൽ ബാക്കിയുള്ളതാണ് കോമ്പോസിറ്റ്. ഒന്നുകൂടെ പറയട്ടെ,
ഒന്നുകൂടെ പറയട്ടെ, എന്താ പറഞ്ഞേ? 53, 97 ഇവർക്കിടയിലുള്ളതായ പ്രൈമുകൾ എത്രയെന്ന് ആദ്യമേ കണ്ടുപിടിക്കുക. അതിൽ 53 ആകുന്ന പ്രൈമിനെയും 97 ആകുന്ന പ്രൈമിനെയും ഉൾപ്പെടുത്താതെ ഇവർക്കിടയിൽ എത്ര പേരുണ്ട് പ്രൈമുകളായിട്ടെന്ന് ആദ്യം കണ്ടുപിടിക്കുക. അപ്പോ ആരൊക്കെ വരും? 59, 61, 67, 71, 73, അത് കഴിഞ്ഞ് 79, 83, 89. ഇത്രയും നമ്പറുകളുണ്ട്. മൊത്തം എത്ര പ്രൈമുകൾ വരും അവിടെ? 8 പ്രൈമുകൾ വരും. എത്ര പ്രൈമുകൾ വരും? 8 പ്രൈമുകൾ വരും. ഇനി ഞാൻ പറഞ്ഞത് എന്താ? ഈ പറയുന്ന 53നും 97നും ഇടയിൽ 53ഉം 97ഉം ഉൾപ്പെടുത്താതെ എത്ര സംഖ്യകൾ ഉണ്ടെന്ന് ആദ്യമേ കണ്ടുപിടിച്ചാൽ ആ സംഖ്യകളിൽ നിന്ന് പ്രൈമാകുന്ന ഈ 8 പേരെ മാറ്റിയാൽ ബാക്കിയുള്ളതല്ലേ ഈ ചോദ്യത്തിന്റെ ഉത്തരം? ശരിയല്ലേ? അങ്ങനെയെങ്കിൽ 53നും 97നും ഇടയിൽ എത്ര സംഖ്യകൾ ഉണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? ഒന്നുമില്ല, 97ൽ നിന്ന് 53 കുറയ്ക്കുക. ആൻസർ എത്ര വരും ഇവിടെ? 44. എന്താ പറഞ്ഞേ? 97ൽ നിന്നും 53 കുറച്ചാൽ മതി, നമുക്ക് ലഭിക്കും 44. പക്ഷെ ഈ 44ന് ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയാമോ? ഈ 53 ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞെടുത്ത് ഇങ്ങനെ കുറച്ചാൽ ഈ 44ൽ 53 കൂടി പരിഗണിക്കപ്പെടുന്നില്ലേ? 53 പരിഗണിക്കാതിരിക്കാൻ ഒന്നങ്ങ് കുറച്ചാൽ മതി. അപ്പൊ ആൻസർ എത്ര വരും ഇവിടെ? 43. ഈ 43 ആകുന്ന സംഖ്യ എന്തിനെ കാണിക്കുന്നു? നമ്പേഴ്സ് ഇൻ ബിറ്റ്വീൻ എന്ത്? 53 ആൻഡ് 97. 53നും 97നും ഇടയിൽ എത്ര നമ്പറുകൾ ഉണ്ട് എന്ന് കാണിക്കും. ആണോ? ഇതിനകത്ത് നിന്ന് 8 അങ്ങ് കുറയ്ക്കണം. ഈ 8 ആരാടാ? ഈ 8 എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെയാടാ? പ്രൈം നമ്പറുകളെയാണ് ഈ 8 കൊണ്ട് ഉദ്ദേശിച്ചത്. ആ 8 നമ്പറുകളെ അവിടെ നിന്ന് മാറ്റിയാൽ അവശേഷിക്കുന്നതായ ഒരു 35 എന്ന് കിട്ടൂലേ? ഈ 35 എന്ന് പറയുന്നത് എന്താ? നമ്പർ ഓഫ് കോമ്പോസിറ്റ് നമ്പേഴ്സ്. നമ്പർ ഓഫ് കോമ്പോസിറ്റ് നമ്പേഴ്സ്. അതുകൊണ്ട് ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി 35. ഈ 35 എണ്ണത്തിനെ എണ്ണിയെടുക്കുന്നതിനേക്കാൾ നല്ലത് 8 പ്രൈമുകൾ 53നും 97നും ഇടയിൽ ഉണ്ട് എന്ന് കണ്ടുപിടിക്കുകയും 53നും 97നും ഇടയിൽ എത്ര നമ്പറുകൾ ഉണ്ടെന്ന് ചെക്ക് ചെയ്ത് ആ 8 എണ്ണത്തിനെ അങ്ങ് കുറച്ചാൽ ബാക്കിയുള്ളതായ ആളുകളായിരിക്കും കോമ്പോസിറ്റ്. അപ്പൊ ആൻസർ എത്ര ഇതിന് വരുന്നേ? ഓപ്ഷൻ സി 35. ഓക്കെ ആണോ? അടുത്ത ചോദ്യം നോക്കടാ. നല്ല നല്ല ചോദ്യങ്ങളാ, ഇതൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാ. സം ഓഫ് ഫസ്റ്റ് 5 പ്രൈം നമ്പേഴ്സ്. ഇത് പേടിക്കേണ്ട കാര്യമില്ല, ഡയറക്റ്റ് അങ്ങ് ചെയ്തു. എന്തൊക്കെയാ? 2 ഒരു പ്രൈമാണ്, അത് കഴിഞ്ഞാൽ 3 ഒരു പ്രൈമാണ്, അത് കഴിഞ്ഞാൽ 5 ഒരു പ്രൈമാണ്, 7 ഒരു പ്രൈമാണ്, അത് കഴിഞ്ഞാൽ 11 ഒരു പ്രൈമാണ്. കൂട്ടടാ ഇവന്മാരെ. 5 പേര്, ആദ്യത്തെ 5 പേര് കൂട്ട്. 3ഉം 2ഉം 5, 5ഉം 5ഉം 10, 10ഉം 7ഉം 17, 17ഉം 10ഉം 27, 1ഉം 28. കണ്ടോ? ആദ്യത്തെ 5 പ്രൈം നമ്പറുകളുടെ സമ്മ് എന്ന് പറയുന്നത് എത്രയാ വരിക? 28. 28. ALPക്കൊക്കെ ഇങ്ങനത്തെ ചോദ്യങ്ങളാ വരിക. കേട്ടോടാ? 28. ഡൗട്ട് ഇല്ലേ? എങ്കിൽ അടുത്ത ചോദ്യത്തിനകത്തേക്ക് പോ. അടുത്ത ചോദ്യം നോക്കിയടാ. ഫൈൻഡ് ദ സം ഓഫ് പ്രൈം നമ്പേഴ്സ് ലയിങ് ബിറ്റ്വീൻ 50 ആൻഡ് 80. 50 എന്ന് പറയുന്ന സംഖ്യയ്ക്കും 80 എന്ന് പറയുന്ന സംഖ്യയ്ക്കും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന സംഖ്യകൾ, പ്രൈമാകുന്ന സംഖ്യകൾ, അവന്മാരുടെ സമ്മ് എന്ന് പറയുന്നതിനെ കണ്ടുപിടിക്കാമോ എന്നാ ചോദിക്കുന്നേ. മക്കളെ, ഇവിടെ അങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇവന്മാരുടെയൊക്കെ അവസാനം യൂണിറ്റ് പ്ലേസിൽ ആരുണ്ട് എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ചില സമയത്ത് ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഇതൊരു ഉപകാരമായി മാറും. എന്താണെന്ന് മനസ്സിലാക്കി തരാം. ദാ നോക്കിക്കോ. 50ന് ശേഷം വരുന്ന ഒരു പ്രൈം നമ്പർ എന്ന് പറയുന്നത് ആരാടാ? 53. അത് കഴിഞ്ഞു വരുന്ന ഒരു പ്രൈം ആരാടാ? 59. ശരിയാണോ? അത് കഴിഞ്ഞു വരുന്ന അടുത്ത ആൾ 61, അത് കഴിഞ്ഞു വരുന്നത് 67, അത് കഴിഞ്ഞു വരുന്നത് 71, അത് കഴിഞ്ഞു വരുന്നത് 73, അത് കഴിഞ്ഞു വരുന്നത് 79. 80ന് മുകളിൽ പോകണ്ട, അതുകൊണ്ട് 79ൽ നിർത്തിക്കോ. ഇനി നമ്മൾ ഇതൊന്ന് കൂട്ടാൻ ശ്രമിക്കുമ്പോൾ നമുക്കൊരു ഗുണം കിട്ടും. താ നോക്കിക്കോടാ. 9 1 10, അപ്പൊ 0 ഇനി 9 1 10, അപ്പൊ 0. ബാക്കിയുള്ള വൺസ് പ്ലേസ് നോക്കടാ. 3 താണ്ടേ 7 3 10. ഇത് രണ്ടും കൂടെ ചേർത്തപ്പോഴും അതും അങ്ങ് മാറി കിട്ടി. ഇനി അവശേഷിക്കുന്ന ഒരേ ഒരു 3 ഉള്ളൂ. യൂണിറ്റ് പ്ലേസിൽ 3 ആണ് വരുന്നത്. ഇവിടെ യൂണിറ്റ് പ്ലേസിൽ 3 വരുന്ന ഒരേ ഒരാളെ ഉള്ളൂ. അതാരാണ്? 463. അതല്ലേ അതിന്റെ ഉത്തരം അപ്പോൾ വരണ്ടേ? യൂണിറ്റ് പ്ലേസിൽ 3 വരുന്നതായ സംവിധാനം ഒരിടത്ത് മാത്രമേ ഉള്ളൂ.
ഈ ചോദ്യം ഞാൻ ഇങ്ങനെ തന്നെ കാണിച്ചു തന്നെ എന്തിനാണെന്നറിയോ? ചില ആളുകൾ ഇതിനെ ആക്യുറേറ്റ് ആയിട്ട് കൂട്ടി ഉത്തരത്തിലേക്ക് എത്തിക്കാൻ ഒരു ശ്രമം നടത്തുമ്പോൾ എത്രത്തോളം സമയം നമുക്കവിടെ വേസ്റ്റായി പോകുന്നു എന്നൊന്ന് ആലോചിച്ച്. അത്ര കണ്ട് കാര്യങ്ങളിലേക്ക് നീങ്ങണ്ട. യൂണിറ്റ് പ്ലേസുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്യേണ്ട ചില ചോദ്യങ്ങളും ഉണ്ട്, അത് പ്രൈം നമ്പറുകളിലും ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ചോദ്യം എടുത്തതാ. സംഗതി പിടികിട്ടിയോ? പ്രൈം നമ്പറുകളെ മൊത്തമായിട്ട് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? യൂണിറ്റ് പ്ലേസ് കാൽക്കുലേറ്റ് ചെയ്. താണ്ടെ നോക്കിക്കോ, ദാ ഈ 3ഉം ദാ ഈ 7ഉം കൂടെ അങ്ങ് 10ആയി. 0 യൂണിറ്റ്. ദാ ഈ പറയുന്ന 9 ഒന്നും കൂട്ടുമ്പോ, ദാ ഈ പറയുന്ന 9 ഒന്നും കൂട്ടുമ്പോ യൂണിറ്റ് പ്ലേസ് 0 ആയില്ലേ? ഇനി അവശേഷിക്കുന്നത് ഒരു 3 മാത്രമാ. യൂണിറ്റ് പ്ലേസിൽ ഒരു 3 ഉണ്ട്. ആ യൂണിറ്റ് പ്ലേസിൽ 3 ഉള്ള ഒരേ ഒരാൾ മാത്രമേ ഈ കൂട്ടത്തിലുള്ളൂ. അപ്പോ അവൻ തന്നെയാകണം അതിന്റെ ഉത്തരം 463. കണ്ടോ? ഇനി അടുത്ത ചോദ്യത്തിനകത്തേക്ക് പോകാം. എന്താണ് ആ ചോദ്യം? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രൈം നമ്പർ? 1 മുതൽ 100-നകത്തു നിൽക്കുന്നതായ പ്രൈം നമ്പറുകളിൽ പെടുന്നവനാര് പെടാത്തവനാരെന്നുള്ളൊരു ചോദ്യമാണ്. നോയിക്കോടാ, 28, 29, 31, 37 നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2 മാത്രമാണ് എന്ത്? ഒള്ളി ഈവൻ പ്രൈം നമ്പർ. കണ്ടോ? ഒള്ളി ഈവൻ പ്രൈം നമ്പർ എന്ന് പറയുന്നത് ആര് മാത്രമാ? 2 മാത്രമാ. 28 ഈവൻ നമ്പർ ആയതുകൊണ്ട് ഇവൻ പ്രൈം ആകുമോ? ഇല്ല. നോട്ട് എ പ്രൈം കണ്ടുപിടിക്കാനാ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഓപ്ഷൻ എ അല്ലേ ഇതിന്റെ ഉത്തരം? ശരിയാ. എങ്കിൽ അടുത്ത ചോദ്യത്തിനകത്തോട്ട് പോയാലോ? ദാ നോക്കേടാ, എന്താ ചോദ്യം? സ്മോളസ്റ്റ് 3 ഡിജിറ്റ് പ്രൈം നമ്പർ. ഇത് കാണാതെ പഠിച്ചു വെക്കണ്ട, വളരെ നിസ്സാരമായിട്ട് പഠിച്ചു വെക്കാവുന്ന ഒരു ചോദ്യം. മക്കളെ, സ്മോളസ്റ്റ് 3 ഡിജിറ്റ് പ്രൈം നമ്പർ എന്ന് പറയുന്നത് ആരാടാ? 101. അപ്പോ ഓർത്തു വെച്ചോ, സ്മോളസ്റ്റ് 3 ഡിജിറ്റ് പ്രൈം നമ്പർ എന്ന് പറയുന്ന ആളാണ് ആര്? 101. സ്മോളസ്റ്റ് 3 ഡിജിറ്റ് പ്രൈം നമ്പർ എന്ന് പറയുന്ന ആളാണ് ആര്? 101. ചോദിച്ച ചോദ്യമാ. ഓക്കെ ആണോ? സ്മോളസ്റ്റ് 3 ഡിജിറ്റ് പ്രൈം നമ്പർ. ഇതൊന്നും അല്ല ചോദ്യങ്ങൾ, ചലഞ്ചിങ് ക്വസ്റ്റ്യനുകൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. മക്കളെ നോക്കേ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ പ്രൈം നമ്പർ? എന്താടാ ചോദ്യം? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ പ്രൈം നമ്പർ? തന്നിരിക്കുന്ന കൂട്ടത്തിലെ പ്രൈം നമ്പർ ആയവൻ ആര് എന്ന് കണ്ടുപിടിക്കാമോ? ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് മെത്തേഡാണ്. എന്ത് മെത്തേഡാ? സ്ക്വയർ റൂട്ട് മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത്. എന്താണെന്ന് പറഞ്ഞു തരാം. മക്കളെ, 161 എന്ന സംഖ്യക്ക് താഴെയുള്ള ഒരു പെർഫെക്റ്റ് സ്ക്വയർ, ആ പെർഫെക്റ്റ് സ്ക്വയറിന്റെ റൂട്ട് ആരാണെന്നൊന്ന് പറഞ്ഞേടാ. ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചോ? 161 എന്ന സംഖ്യയുടെ തൊട്ടു പിന്നിലുള്ള ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആകുന്ന നമ്പർ, ആ നമ്പറിന്റെ സ്ക്വയർ റൂട്ട് ആരാണെന്നൊന്ന് പറഞ്ഞേടാ. അറിയാം, 169 ഒരു പെർഫെക്റ്റ് സ്ക്വയറാ, പക്ഷെ 61 മുകളിലാ. ഇതിനെ പരിഗണിക്കണ്ട. ഇതിന് തൊട്ടു പിന്നിലായുള്ള ആളാരാ? 144 ആണോ? 144 ആണോ? ആണോടാ? 144. ഇതിന്റെ സ്ക്വയർ റൂട്ട് ആരാടാ? 12. അപ്പോ എന്താണ് ഇനി പറയാൻ പോകുന്നെന്ന് ശ്രദ്ധിക്കണേ. 12 എന്ന സംഖ്യക്ക് തൊട്ടു പിന്നിലായുള്ള, അല്ലെങ്കിൽ 12 എന്ന സംഖ്യയിൽ തുടങ്ങി 12ന് പുറകിലേക്കുള്ള പ്രൈമുകളാകുന്ന നമ്പറുകൾ ആരാണെന്ന് അങ്ങോട്ട് പറഞ്ഞേടാ. ദാണ്ടെ 2. ആരൊക്കെയാടാ ഉള്ളേ? ദാ പറഞ്ഞേടാ, 2 ഉണ്ട്. ദാണ്ടെ ഇനി 3, 5, 7, 11. കണ്ടോ? 12ന് താഴെ 12 ഉൾപ്പെടെ. 12 ഇല്ല എങ്കിൽ മാറ്റി നിർത്തിക്കോ. 12 ഇല്ലാതെ ബാക്കി എത്ര പ്രൈം നമ്പറുകൾ ഉണ്ട്? 2, 3, 5, 7, 11. ഈ പറയുന്ന ഏതെങ്കിലും ഒരു സംഖ്യയിൽ ഈ 161 ഡിവിസിബിൾ ആണ് എന്ന് തെളിയിച്ചാൽ മതി. അവൻ എന്തല്ലാതായിക്കോളും? പ്രൈം അല്ലാതായിക്കോളും. ഓക്കെ ആണോ? ഈ പറയുന്നതായ ആളുകളിൽ ഈ പറയുന്നവൻ ഡിവിസിബിൾ ആകാൻ പാടില്ല. ഡിവിസിബിൾ ആയില്ല എങ്കിൽ അവൻ പ്രൈമാണ്, ഡിവിസിബിൾ ആയാൽ അവൻ പ്രൈം അല്ല. പിടികിട്ടിയോ? അപ്പോ എന്താ പറഞ്ഞേ? 161 എന്ന സംഖ്യ, ആ സംഖ്യക്ക് തൊട്ടു പിന്നിലായുള്ള പെർഫെക്റ്റ് സ്ക്വയർ, ആ പെർഫെക്റ്റ് സ്ക്വയറിന്റെ സ്ക്വയർ റൂട്ട്, ആ സ്ക്വയർ റൂട്ട് ആകുന്നത് ആരാണോ അവനിൽ തുടങ്ങി അവന്റെ പിന്നിലേക്കുള്ള 2 വരെയുമുള്ള പ്രൈം നമ്പറുകളെ എഴുത്. ആ പറയുന്നതായ പ്രൈം നമ്പറുകളിൽ ഡിവിസിബിൾ ആകുന്ന ഒരാളാകാൻ പാടില്ല. ആര്? ഈ പറയുന്ന 161. അപ്പൊ നമ്മൾ ആരെയൊക്കെ എഴുതി? 2, 3, 5, 7, 11 എഴുതി. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളവൻ
ടീച്ചർമാരെയും കൂടെ നമുക്കങ്ങ് നോക്കാം. തൽക്കാലം അതൊരു എളുപ്പ വഴിക്ക് എന്നുള്ള രീതിയിൽ അങ്ങ് എഴുതുക. എടാ 221 എന്നതിലേക്ക് വരുമ്പോൾ 225 നമ്മൾ കേട്ടിട്ടുണ്ട്. അത് ആർക്കുള്ളതാ? 15ന്റെ അടുത്തുള്ളതാ. അപ്പൊ അതിന് തൊട്ട് മുമ്പുള്ള പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് 196. 225 221 മുകളിലല്ലേ? അപ്പൊ അതിന് പിന്നിലുള്ളതല്ലേ? 221 താഴെയുള്ള പെർഫെക്റ്റ് സ്ക്വയർ അല്ലേ വേണ്ടേ? അത് 196. 196 എന്ന് പറയുമ്പോൾ 14 വരിക. അപ്പോ ഈ പറയുന്ന 11നോടൊപ്പം ഒരു 13 കൂടി അവിടെ ചേർക്കേണ്ടി വരും. 221. ഓക്കെ ആണോ? അത് കഴിഞ്ഞ് നമുക്ക് 373 വരാം. മക്കളെ 19 എന്ന് പറയുന്നത് 20 വന്നാൽ 400 ആയി. 20ൽ താഴെയുള്ളത് 19. 19 എന്ന് പറയുന്ന ആളിന്റെ സ്ക്വയർ ആണ് 361. അതായത് 373 താഴെയുള്ള ഒരു പെർഫെക്റ്റ് സ്ക്വയർ 361, അതിന്റെ സ്ക്വയർ റൂട്ട് 19. അപ്പൊ 19 മുതൽ പുറകിലേക്ക് 13 കഴിഞ്ഞാൽ 17 ഉണ്ട്, 19 ഉണ്ട്. ഓക്കെ ആണോ? ഇനി 437 വാ. അവിടെ 441 എന്ന് പറയുമ്പോൾ ആരുടെ സ്ക്വയർ ആകും? 21ന്റെ സ്ക്വയർ ആകും. അവിടെ വരെയും എത്തിയിട്ടില്ല, അതിനും പിന്നില. അപ്പൊ നമുക്ക് തൊട്ടു പുറകിലുള്ള സ്ക്വയർ റൂട്ട് ആരാ? 20. എടാ ഞാൻ ഈ പറഞ്ഞു പോകുമ്പോൾ സ്ക്വയറുകൾ പഠിക്കേണ്ടതിന്റെ പ്രാധാന്യം കൂടി നിങ്ങൾക്ക് മനസ്സിലാകുമായിരിക്കും. ശരിയല്ലേ? അങ്ങനെയെങ്കിൽ 20ന് താഴെയുള്ള ആളുകൾ ആരൊക്കെയാ? 19, 17, 13 ഇങ്ങനെ തന്നെ ഉള്ള. ശരിയല്ലേ? ഇനി ഇപ്പോൾ ഇത്രയും ആളുകൾ ഞാൻ പറയാനേ സമയമെടുക്കൂ, ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത്രയും ആളുകളെ പിടികിട്ടിയില്ലേ? ഇനി ഒന്ന് ആലോചിച്ച് നോക്കേ, 2 കൊണ്ട് ഡിവിസിബിൾ ആണോ ഇവന്മാർ എന്ന് നോക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. കൂട്ടത്തിനകത്ത് ഈവനായ ആരെങ്കിലും ഉണ്ടോ? ഈവനായ ആരുമില്ല, അതുകൊണ്ട് 2നെ പരിഗണിക്കണ്ട. 3ന്റെ ഡിവിസിബിലിറ്റി നമ്മൾ എങ്ങനെയാ പഠിച്ചേ? 3ന്റെ ഡിവിസിബിലിറ്റി പഠിച്ചത് സം ഓഫ് ഡിജിറ്റ്സ് എന്ന് പറയുന്നത് എന്താകണം? 3യുടെ മൾട്ടിപ്പിൾ ആകണം. ശരി, 6 അതാണ്ട് 1 1ന്റെ കൂടെ 6 കൂട്ടുമ്പോൾ 7, 7ന്റെ കൂടെ 1 കൂട്ടുമ്പോൾ 8. 8 എന്ന് പറയുന്നത് 3യുടെ മൾട്ടിപ്പിളിൽ വരുന്ന ഒരു സംഖ്യയല്ല, അതുകൊണ്ട് പരിഗണിക്കണ്ട. ഇനി ഇതാ 221 നോക്ക്. 2, 4, 5 കൂട്ടുമ്പോൾ 5 വരുന്ന, പരിഗണിക്കണോ? വേണ്ട. 3, 7, 3, 10, 3, 13 3ന്റെ ഗുണിതമാണോ? അല്ല, പരിഗണിക്കണ്ട. 4, 3, 7, 7, 7, 14 3ന്റെ ഗുണിതമാണോ? അല്ല, പരിഗണിക്കണ്ട. 3നെ മാറ്റ്. ഇനി എന്താ പറയുന്നേ? ഈ കൂട്ടത്തിനകത്ത് അവസാനിക്കുന്നതായ സംഖ്യ എന്ന് പറയുന്നത് 0 ആകണം, അല്ലെങ്കിൽ 5 ആകണം. അങ്ങനെയുള്ള ഏതെങ്കിലും സംഖ്യ ഉണ്ടോ നോക്കടാ. 0 5 ഏതെങ്കിലും ഒരു സംഖ്യ ഈ കൂട്ടത്തിൽ ഉണ്ടോടാ? ഇല്ല, അതുകൊണ്ട് 5 പരിഗണിക്കണ്ട. 7 ഇതൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. 7 എന്ന് പറയുന്ന ആളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചാൽ 7 എന്ന് പറയുന്ന സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഖ്യ എങ്ങനെ തിരിച്ചറിയാം? ഇതും കൂടെ ഇവിടെ പഠിച്ചോ. ഡിവിസിബിലിറ്റി ബൈ 7. 161 ഞാൻ ചെക്ക് ചെയ്യുക. എന്താ ചെയ്തേന്ന് നോക്കേടാ. 161 അവസാന ഡിജിറ്റിനെ അങ്ങോട്ട് മാറ്റിയിട്ടു. 161 അവസാന ഡിജിറ്റ് യൂണിറ്റ് പ്ലേസിനെ മാറ്റിയിട്ടു. 7 കൊണ്ട് ഡിവിസിബിൾ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ യൂണിറ്റ് പ്ലേസിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 × 2 = 2. കണ്ടോ? ഇനി എന്ത് ചെയ്യണം? ഇപ്പുറത്തെ സൈഡിൽ അവശേഷിക്കുന്നതായ സംഖ്യയുമായി ഇവനെ സബ്സ്ട്രാക്ട് ചെയ്യണം. എന്ത് ചെയ്യണം? കുറയ്ക്കണം. കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും? 16ൽ നിന്ന് 2 പോയാൽ 14. കണ്ടോ? ഒന്നുകിൽ അവിടെ 0 അല്ലെങ്കിൽ 7ന്റെ ഗുണിതം വന്നാൽ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അവനെ എന്ന അർത്ഥം. ഓക്കെ ആണോ? എന്താ പറഞ്ഞേ? 161 ഞാൻ ഇങ്ങനെ 2 ആക്കി, യൂണിറ്റ് പ്ലേസിനെ മാറ്റിയിട്ടു, 2 കൊണ്ട് ഗുണിച്ചു. ഗുണിച്ച് കിട്ടുന്നതായ സംഖ്യ എത്രയാണോ അവശേഷിക്കുന്ന സംഖ്യയിൽ നിന്ന് അവനെ കുറച്ചു. കുറച്ചപ്പോൾ എനിക്ക് കിട്ടുന്നത് ഒന്നുകിൽ 0 ആകണം, അല്ലെങ്കിൽ 7ന്റെ ഗുണിതമാകണം. എങ്കിൽ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഈ ചോദ്യം നോക്കേ, പറ്റുന്നവനാണോ? 14 7ന്റെ ഗുണിതമായതുകൊണ്ട് 161 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് 7 ഈസ് എ ഫാക്ടർ ഓഫ് 161. അതിന്റെ അർത്ഥം എന്താ? 161 ഒന്നുമല്ലാതെ മറ്റൊരു ഫാക്ടർ കൂടി 161 ഉണ്ടെങ്കിൽ ഇവൻ എന്തല്ല? പ്രൈം അല്ല. ചോദ്യത്തിനകത്ത് പ്രൈം കണ്ടുപിടിക്കാനല്ലേ പറയുക. ശരിയാ? ഇനി ഒരുത്തനെ ഒഴിവാക്കി കിട്ടി. 7 കൊണ്ട് ഇവന്റെ മുകളിൽ ഒരു പരിപാടി നോക്കാലോ. 22 വെട്ടി, ഇവിടെ 1. ഇനി എന്ത് ചെയ്യടാ? ഇവിടെ 2 കൊണ്ട് ഗുണിക്കുക. അപ്പൊ ഇവിടെ 2, 22 നിന്ന് 2 കുറയ്ക്കുമ്പോൾ 20 എന്ന് പറഞ്ഞാൽ ഇവൻ എന്തായില്ല? 7ന്റെ ഗുണിതമായില്ല. ശരിയല്ലേ? ഇനി 373. ഇനിയിപ്പോ എളുപ്പമാ. 3ന്റെ ഇരട്ടി 6. 37 6 പിന്നിലേക്ക് പോയാൽ 31 7ന്റെ ഗുണിതമാണോ? അല്ല. 4
43, ഇവിടെ 7, 7ന്റെ ഇരട്ടി 14. 43-ൽ നിന്ന് 14 പിന്നിലേക്ക് പോയാൽ നമുക്ക് എത്ര കിട്ടുകൂടാ? 4 പിന്നിലേക്ക് പോയാൽ 29, 10, 39, 4, 43. കറക്റ്റ് അല്ലേ? ഇവനും 7ന്റെ ഗുണിതമല്ല. അപ്പോ 7ന്റെ ഗുണിതങ്ങളിൽ പെട്ടുകൊണ്ട് ഒരാളെ നമുക്ക് അവിടെ നിന്ന് മാറ്റുവാൻ സാധിച്ചു. 161. 7 ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി 11ന്റെ ഡിവിസിബിലിറ്റി എങ്ങനെയാ നോക്കുക. സം ഓഫ് ഓൾട്ടർനേറ്റ് പ്ലേസസ്. സം ഓഫ് ഓൾട്ടർനേറ്റ് പ്ലേസസ്. എന്നിട്ട് എന്ത് ചെയ്യണം? ആ കിട്ടുന്ന ഓൾട്ടർനേറ്റ് പ്ലേസുകളായവന്മാരുടെ സമ്മുകൾ തങ്ങളിൽ കുറയ്ക്കണം. നിങ്ങൾക്ക് എന്ത് കിട്ടണം? 0 കിട്ടണം, അല്ലെങ്കിൽ 11 കിട്ടണം. കിട്ടിയാൽ സംഗതി ഡിവിസിബിൾ ബൈ 11. എന്താ ഉദ്ദേശിച്ചത് മക്കളെ? 221. 2ഉം 1ഉം ഓൾട്ടർനേറ്റ് സ്ഥാനങ്ങളല്ലേ? ഈ സ്ഥാനം എടുത്താൽ 1 വിട്ട് അടുത്ത സ്ഥാനം എടുക്കണം. കണ്ടോ? ഓൾട്ടർനേറ്റ് സ്ഥാനങ്ങൾ. അത് 2 കൂടെ കൂട്ടുകട. 2ഉം 1ഉം കൂടി കൂട്ടിയാൽ 3. ഓക്കെ. മൈനസ് ദാണ്ടെ ഇവിടെ ഉള്ള ഒരേ ഒരു സ്ഥാനമേ ഉള്ളൂ, അതിനെ അങ്ങ് പരിഗണിക്കാം. 3 - 2. അവിടെ 1 എന്നാ വരുന്നത്. അവിടെ നമുക്ക് ഒന്നുകിൽ 0 വരണം, അല്ലെങ്കിൽ ആര് വരണം? 11 വരണം. ഇത് രണ്ടും വന്നില്ല എങ്കിൽ 11 കൊണ്ട് ഇവനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്ന അർത്ഥം. ആരെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല? 221നെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ ആണോ? അപ്പൊ 221നെ ഡിവൈഡ് ചെയ്യാൻ 11നെ കൊണ്ട് പറ്റില്ല. ഇനി 373നെ നോക്ക്. 3ഉം 3ഉം 6. ഇവിടെയുള്ളത് അവശേഷിക്കുന്നതായ ഒരു 7. 7ൽ നിന്ന് ഓൾട്ടർനേറ്റ് സ്ഥാനങ്ങൾ കൂട്ടുമ്പോൾ കിട്ടുന്ന 3ഉം 3 കൂട്ടുമ്പോൾ കിട്ടുന്ന 6 കുറയ്ക്ക് 1. 0 11 വന്നു ഇല്ല. ഇതിനെയും 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കില്ല. ഇനി ഇവനെ നോക്ക്. 7 4 11. 11-നകത്ത് 3 പോട്ടെ. എത്ര വരും ഇവിടെ? 8 വരും. ഇത് 11 അല്ലെങ്കിൽ 0 വന്നോ? ഇല്ല. 11നെ ഇനി പരിഗണിക്കണ്ട, വിട്ടേരെ. ഓക്കെ ആണോ മക്കളെ? ഇതൊക്കെ ഞാൻ പറയാൻ താമസിക്കുന്നു എന്നുള്ളതാ, മനസ്സിലാക്കി തരാൻ താമസമുണ്ട് എന്നുള്ളതാ. പക്ഷേ ഈ സാധനം പരീക്ഷയ്ക്ക് ചെയ്യാനോ പ്രാക്ടീസ് ചെയ്താൽ ബുദ്ധിമുട്ടില്ല, സെക്കൻഡുകൾ കൊണ്ട് ആൻസർ. ഇത് നോക്കേടാ, 161 പെടില്ല എന്ന് മനസ്സിലാക്കി. ഇനി 11 വരെ എത്തി. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം വളരെയേറെ ശ്രദ്ധിക്കണം. 13, 17, 19 ഇവന്മാരെ കണ്ടുപിടിക്കാൻ ഒരു ട്രിക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ യൂണിറ്റ് പ്ലേസുകളെ വെച്ചുകൊണ്ടുള്ള പരിപാടി തന്നെ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു യൂണിറ്റ് പ്ലേസ് ഉണ്ട്. ആ യൂണിറ്റ് പ്ലേസ് എന്ന് പറയുന്ന സ്ഥാനത്ത് ഉള്ളത് ഏത് സംഖ്യയാണോ ആ സംഖ്യയെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അവശേഷിക്കുന്നതിൽ നിന്ന് കുറച്ചാൽ 7ന്റെ ഡിവിസിബിലിറ്റി. അതേപോലെ ഇവിടെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും അവശേഷിക്കുന്ന സംഖ്യയുമായി കൂട്ടുകയാണ് ചെയ്യുക. എന്താ ചെയ്യുന്നത്? കൂട്ടുകയാണ് ചെയ്യുക എന്നാണെങ്കിൽ ഇതാണ് ഡിവിസിബിലിറ്റി ബൈ 13 എന്ന് പറയുന്നത്. അങ്ങനെ കൂട്ടുമ്പോൾ ഒന്നുകിൽ 0 വരണം, അല്ലെങ്കിൽ ഡിവിസിബിൾ ബൈ 13 ആകുന്ന ഒരു നമ്പർ, ദാറ്റ് ഈസ് മൾട്ടിപ്പിൾ ഓഫ് 13 വരണം. ഇനി 13നെ പഠിച്ചു. ഇനി നമുക്ക് എവിടേക്ക് പോകണം? 17നകത്തേക്ക് പോവാം. 17നകത്തേക്ക് വരുമ്പോൾ എന്ത് ചെയ്യുമെന്നറിയാവോ? ഈ വൺസ് പ്ലേസിൽ കിടക്കുന്ന ഡിജിറ്റിനെ 5 കൊണ്ട് ഗുണിക്കണം. അവശേഷിക്കുന്ന സംഖ്യയുമായി എന്ത് ചെയ്യണം? 5 കൊണ്ട് ഗുണിച്ച് കിട്ടുന്ന സംഖ്യ എന്താണോ അവനെ അവശേഷിക്കുന്ന സംഖ്യയുമായി കുറയ്ക്കണം. കേട്ടോ? കുറയ്ക്കണം. കുറയ്ക്കുമ്പോൾ ഒന്നുകിൽ 0 അല്ലെങ്കിൽ 17ന്റെ ഗുണിതം വരണം. അപ്പൊ അതാണ് ആരെന്ന് പറയുന്നത്? ഡിവിസിബിൾ ബൈ 17 എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇനി ഡിവിസിബിൾ ബൈ 19 വരണമെന്നാണെങ്കിൽ വൺസ് പ്ലേസിൽ കിടക്കുന്ന ആളില്ലേ, അവന്റെ കൂടെ 2 കൊണ്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ പറയുന്ന 2 സ്ഥാനങ്ങൾ കൂടി കൂട്ടണം. അവശേഷിക്കുന്ന സംഖ്യയും വൺസ് പ്ലേസോടെ കൂട്ടണം. കൂട്ടുമ്പോ ഒന്നുകിൽ 0 അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 19 വരണം. വന്നാൽ ഇത് ഡിവിസിബിൾ ബൈ എന്തായിരിക്കും? 19 ആയിരിക്കും. 2 പേരെയും കൂടെ എന്ത് ചെയ്യാനാ പറഞ്ഞത്? അവശേഷിക്കുന്നതിനുമായിട്ട് കൂട്ടണം. കണ്ടോ? 13 ആണേ കൂട്ടും, 4 കൊണ്ട് ഗുണിച്ച് എന്ത് ചെയ്യണം? കൂട്ടണം. 17 ആണെങ്കിൽ 5 കൊണ്ട് ഗുണിച്ച് കുറയ്ക്കണം. 19 ആണെങ്കിൽ 2 കൊണ്ട് ഗുണിച്ച് കൂട്ടണം. അപ്പൊ 7ന്റെ ഡിവിസിബിലിറ്റി കണ്ടുപിടിക്കുന്ന അതേ സമയത്ത് തന്നെ 19ന്റെ ഡിവിസിബിലിറ്റിയും കണ്ടുപിടിക്കാം. 7 കണ്ടുപിടിക്കാൻ കുറച്ചാൽ മതിയായിരുന്നു. ഇവിടെ എന്ത് ചെയ്യാനാ പറഞ്ഞത്? കൂട്ടിയാൽ 19 കിട്ടും. ഓക്കെ ആണോ? ഓക്കെ ആണോ? അപ്പോൾ ഇനി നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. സമയമെടുത്ത് പഠിച്ച് എന്നാലും കുഴപ്പമില്ല, സംഗതി കണ്ടുപിടിച്ച് നമുക്ക് പഠിച്ചാൽ പോരെ. 161 ഇനി നോക്കേണ്ട കാര്യം. ഇനി നമുക്ക് ഓരോ നമ്പറിനകത്തേക്കും അപ്ലൈ ചെയ്ത് നോക്കാം. മക്കളെ 221 എന്നാണ് പറയുന്നതെങ്കിൽ 221 അവസാനിക്കുന്ന പ്ലേസിൽ 4 കൊണ്ട് ഗുണിച്ചു. അപ്പൊ എത്ര വരും? 4 വരും. തങ്ങളിൽ എന്ത് ചെയ്യാം? ഇനി കൂട്ടണം. 22 കണ്ടോ? നോക്കിക്കോണേ, 22ഉം 4ഉം എത്ര വരും? 26 കൂട്ടണം. 13ന്റെ ഡിവിസിബിലിറ്റി ആണെങ്കിൽ കൂട്ടണം. 22ഉം 4
4 26. 26 13ന്റെ മൾട്ടിപ്പിളാ. അതുകൊണ്ട് ഇവൻ ഒരു പ്രൈം ആണോ? അല്ല. ഓക്കെ ആണോ? ഇനി അടുത്ത ആളിലേക്ക് വാ. അവിടെ എന്താ 373. 373നെ 3 മാറ്റിയിട്ടു. താണ്ടെ ഗുണം എത്രയാ? 4. 4 3 എത്ര മക്കളെ? 12 ആണോടാ? ഈ പറയുന്ന 37ഉം 12ഉം ആയിട്ട് ഒന്ന് കൂട്ടുവെക്കെ, ഒന്ന് കൂട്ടാനടാ, ഒന്ന് കൂട്ടി നോക്കടാ. എന്താ കൂടാ? 37 10 47 2 49. ഓക്കെ ആണോ? 13 ഗുണം 3 എത്ര വരുവാടാ? 13 ഗുണം 3 39. 49 അതിനകത്ത് വരത്തില്ല. അതുകൊണ്ട് അവനെ മാറ്റിക്കോ. 13ന്റെ ഗുണിതവും 373 ആയിട്ട് യാതൊരു ബന്ധവുമില്ല. 437നെ പൊക്ക്. 437ന്റെ അവസാനം 7 ഗുണം 4 എത്ര വരും മക്കളെ? 7 4 28. 43ന്റെ കൂടെ 28 കൂട്ടിയാൽ 8 3 11 ശിഷ്ടം 1 4 2 6 1 7. 13 ഗുണം 7 എന്ന് പറഞ്ഞാൽ അത് 91. അതിനു മുന്നേ ഈ പറയുന്ന 1 എന്ന് പറയുന്ന ഒരു യൂണിറ്റ് പ്ലേസ് വരുന്ന ഒരു മൾട്ടിപ്പിൾ 13-നില്ല. അതുകൊണ്ട് 437 വരില്ല. 221 മാറിക്കിട്ടി. ഇവൻ ഡിവിസിബിൾ ബൈ ആരായിരുന്നു? 7 ആണ്. ഇവൻ ആരാണ്? ഡിവിസിബിൾ ബൈ ആരാണ്? ഡിവിസിബിൾ ബൈ 13 ആണ്. ഓക്കെ ആണോ? ഇനി നമുക്ക് ആരിലേക്ക് പോകാം? ഡിവിസിബിൾ ബൈ 17-നകത്തേക്ക് പോകാം. എവിടേക്ക് പോകാം? ഡിവിസിബിൾ ബൈ 17. എന്ത് ചെയ്യാനാ പറഞ്ഞേ? അവശേഷിക്കുന്ന സംഖ്യകൾ 2 അല്ലേ ഉള്ളൂ. 373. എന്ത് ചെയ്യണം? 17നെ ആണെങ്കിൽ കുറച്ചാൽ മതി. 5 കൊണ്ട് ഗുണിക്കുന്നു, തങ്ങളിൽ കുറയ്ക്കുന്നു. ശരിയാണോ? I3 15. 37-ൽ നിന്ന് എത്ര പോകണോടാ? 15 പോകണം. 7 5 പോയാൽ 2, 3 1 പോയാൽ 2. 22ഉം 17ഉമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. ഇനി അടുത്തത് 437. എത്ര കൊണ്ട് ഗുണിക്കണം? 5 കൊണ്ട് ഗുണിക്കണം. 43ഉം 35ഉം എത്ര വരുവാടാ? ദാ നോയിക്കോ. 43 മൈനസ് 35 എത്ര വരും? 35ഉം 7ഉം എത്ര? 35ഉം 5ഉം 40. പിന്നെ 3ഉം കൂടെ ഉണ്ട്. 5 3ഉം 8 വരും കുറയ്ക്കുമ്പോൾ. എന്തെങ്കിലും ബന്ധമുണ്ടോ ഇവര് തങ്ങളിൽ? 17 രണ്ടിടത്തും വർക്കാവൂല. 17 രണ്ടിടത്തും വർക്കാവൂല. ഇനി നമുക്ക് 13 നോക്കി, 17 നോക്കി. ഇനി 19-നകത്തേക്ക് വാ. 373. താണ്ട ഇവിടെ എത്ര കൊണ്ട്? 2 കൊണ്ട് ഗുണിക്കണം. ഇനി എന്ത് ചെയ്താൽ മതി? കൂട്ടിയാ മതി. നോക്കേടാ. 3ഉം 2ഉം 6. 37ഉം 6ഉം എത്ര വരും? 43. ഇതും ഈ പറയുന്ന 19ഉമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. ഇനി അടുത്ത നമ്പർ നോക്ക. 437-ലെ 43ഉം 7ഉം നോക്കടാ. എന്ത് ചെയ്യാനാ പറഞ്ഞേ? ഗുണം 2 ചെയ്യണം, എന്നിട്ട് കൂട്ടണം. ശരിയാണോ? 7 2 എത്ര വരും? 14. 43ന്റെ കൂടെ 14 കൂട്ടുമ്പോ എത്ര വരും? 4 3ഉം 7, 4 1ഉം 5. മക്കളെ 19 ഗുണം 3 എന്ന് പറയുന്നത് എത്രയാണ്? 57. അതുകൊണ്ട് 437ഉം പ്രൈം അല്ല. ആകെ പ്രൈം ആകുന്ന ഒരു സംഖ്യ ഇനി ഇവിടെ ഉള്ളത് ആര് മാത്രം? 373. കണ്ടോ? ഞാൻ ഈ സാധനങ്ങൾ പറയാൻ ഇത്രയും സമയം എടുത്തിട്ടുണ്ടാകും. പക്ഷേ ഈ പറഞ്ഞു തന്നത് ഒരു തവണ പറഞ്ഞ് മനസ്സിലാക്കാൻ എടുക്കുന്ന സമയമാണ്. ഇനി നിങ്ങൾ ആവർത്തിച്ച് ഈ ചോദ്യം ഒന്ന് ചെയ്തു നോക്കേ. വളരെ നിസ്സാരമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇവിടെ എന്ത് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്തേ? സ്ക്വയർ റൂട്ട് മെത്തേഡാ. തന്നിരിക്കുന്ന സംഖ്യ എടുക്കുക, അതിന് തൊട്ട് താഴെയുള്ള പെർഫെക്റ്റ് സ്ക്വയർ എടുക്കുക. ആ പെർഫെക്റ്റ് സ്ക്വയറിന്റെ സ്ക്വയർ റൂട്ട് നോക്കുക. ആ സ്ക്വയർ റൂട്ടിന് തൊട്ട് താഴെ 2 വരെ പിന്നിലേക്ക് പോകുമ്പോൾ എത്ര പ്രൈം ഉണ്ടോ അതിനകത്ത് ഡിവിസിബിൾ ആകണം തന്നിരിക്കുന്ന നമ്പറുകൾ. ഇതാണ് റൂള്. മനസ്സിലായോടാ? എന്നാൽ അടുത്ത ചോദ്യത്തിനകത്തേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കേടാ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രൈം? പ്രൈം അല്ലാത്തത് ആര് എന്നാണ് ചോദ്യം. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഏത് മെത്തേഡ് പഠിച്ചു കഴിഞ്ഞു? സ്ക്വയർ റൂട്ട് മെത്തേഡ് പഠിച്ചു കഴിഞ്ഞു. ശരിയല്ലേ മക്കളെ? എന്ന് വെച്ച് സ്ക്വയർ റൂട്ട് മെത്തേഡ് എല്ലായിടത്തും കൊണ്ടുപോയി അപ്ലൈ ചെയ്യുന്ന ആ ഒരു പരിപാടി എന്ത് ചെയ്യണം? നിർത്തണം. കാരണം ആദ്യം ചോദ്യം നോക്കണം, അതിൻ്റെ പ്രസക്തി അനുസരിച്ച് മാത്രം ഇത് അപ്ലൈ ചെയ്താൽ മതി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതാ ഈ ഒരു ചോദ്യം തന്നെ. നോക്കേടാ. 877, 541, 997, 486. ഇവൻ ഒരു ഈവൻ നമ്പറാണ്. ഒരേ ഒരു ഈവൻ പ്രൈം നമ്പർ എന്ന് പറയുന്നത് 2. അതുകൊണ്ട് 486 വരില്ല. അതുകൊണ്ട് ഈ ചോദ്യത്തിന്റെ ആൻസർ നോട്ട് എ പ്രൈം എന്ന് പറയുന്നത് ആരാ? 486. ഇനി നമുക്ക് രണ്ടാമതൊരു മെത്തേഡ് കൂടി പഠിക്കാനുള്ളതായ കാര്യം ഞാൻ ഏറ്റവും ആദ്യം തന്നെ പറഞ്ഞിരുന്നില്ലേ? റിമൈൻഡർ മെത്തേഡ്. ഇത് ഏത് സാഹചര്യത്തിലാണ് ഉപയോഗിക്കാൻ പറ്റുന്നത് എന്ന് ഞാൻ പറഞ്ഞു തരാം. ഇവിടെ 486 പകരം 489 എന്ന് വിചാരിക്കും. ഓക്കെ ആണോ? അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ 877ന്റെ റിമൈൻഡർ നിങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ 1 അല്ലെങ്കിൽ 5 എന്ന് വരും. ഓക്കെ. എന്തുകൊണ്ടാ? എടാ ഇവനൊരു പ്രൈമാ.
തൊട്ട് മുമ്പത്തെ ചോദ്യത്തിനകത്ത് അതേ ഓപ്ഷനുകൾ തന്നെയല്ലേ ഞാൻ ഇപ്പോഴും നിങ്ങളോട് പറഞ്ഞേ. അതിൽ ഒരു സംഖ്യ മാത്രമല്ലേ മാറ്റിയുള്ളൂ. ഇവൻ അതുകൊണ്ട് പ്രൈമാ, അറിയാമല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇവന്റെ റിമൈൻഡർ 1 അല്ലെങ്കിൽ 5 ആയിരിക്കും. എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ? വെൻ ഡിവൈഡഡ് വിത്ത് 6, 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 അല്ലെങ്കിൽ 5 ആയിരിക്കും. 541ന്റെ റിമൈൻഡറും എന്തായിരിക്കും? 1 അല്ലെങ്കിൽ 5 ആയിരിക്കും വെൻ ഡിവൈഡഡ് വിത്ത് 6. 997ന്റെ റിമൈൻഡറും എന്തായിരിക്കും? വെൻ ഡിവൈഡഡ് വിത്ത് 6, 1 or 5 എന്ന് തന്നെ ആയിരിക്കും. നിലവിൽ നോക്കേ, ഈ 3 നമ്പറുകളുടെയും റിമൈൻഡർ ഇവൻ പ്രൈം ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല, തൽക്കാലത്തേക്ക് അറിയില്ല എന്ന് പറ. എന്നിട്ടും ഞാൻ 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയപ്പോൾ ഇവന്റെ റിമൈൻഡർ 1 അല്ലെങ്കിൽ 5 എന്ന് കിട്ടി. ഇവന്റെയും റിമൈൻഡർ 1 അല്ലെങ്കിൽ 5 എന്ന് കിട്ടി. ഇവന്റെയും റിമൈൻഡർ 1 അല്ലെങ്കിൽ 5 എന്ന് കിട്ടി. പക്ഷെ ഇവന്റെ റിമൈൻഡർ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എത്രയായിരിക്കും എന്നറിയാമോ? 3 എന്നാ കിട്ടാൻ പോവുക. അങ്ങനെ 3 എന്ന് കിട്ടിയാൽ ഈ പറയുന്ന 1 അല്ലെങ്കിൽ 5 എന്ന് വന്നാൽ പ്രൈം ആകാനും ആകാതിരിക്കാനും സാധ്യതയുണ്ട്. 1 അല്ലെങ്കിൽ 5 എന്ന് വന്നാൽ പ്രൈം ആകാനും ആകാതിരിക്കാനും സാധ്യതയുണ്ട്. 1 അല്ലെങ്കിൽ 5 എന്ന് പറഞ്ഞാൽ പ്രൈം ആകാനും ആകാതിരിക്കാനും സാധ്യതയുണ്ട്. പക്ഷേ റിമൈൻഡർ 3 എന്നാണ് വരുന്നതെങ്കിൽ ഉറപ്പായും ഈ ഒരു നമ്പർ പ്രൈം ആകാൻ യാതൊരുവിധ സാധ്യതയും ഇല്ല. അതുകൊണ്ട് കൂട്ടത്തിലെ ഒറ്റപ്പെട്ടവൻ ഇവനല്ലേ. അതുകൊണ്ട് ഇവനായിരിക്കും നോട്ട് എ പ്രൈം, ബാക്കി എല്ലാവരും പ്രൈം ആണ് എന്ന് ഇത്തരത്തിലൊരു ചോദ്യത്തിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആ മോഡലാണ് റിമൈൻഡർ മെത്തേഡിനകത്ത് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, സ്ക്വയർ റൂട്ട് മെത്തേഡാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഒപ്പം റിമൈൻഡർ മെത്തേഡിന്റെ പ്രാധാന്യം കൂടി മനസ്സിലാക്കിക്കോ. ഓക്കെ ആണോടാ? എന്നാൽ നമുക്ക് അടുത്ത ചോദ്യത്തിനകത്തേക്ക് പോകാം. മക്കളെ, 323 ഈ പറയുന്ന 323ക്ക് എത്ര ഫാക്ടറുകൾ ഉണ്ട് എന്ന ചോദ്യം. പ്രൈം ഫാക്ടേഴ്സ്, നോ പ്രൈം ഫാക്ടേഴ്സ്, 4 പ്രൈം ഫാക്ടേഴ്സ്, 2 പ്രൈം ഫാക്ടേഴ്സ്, 3 പ്രൈം ഫാക്ടേഴ്സ്. ഇതിൽ ഏതാണ് ഉത്തരം വരുന്നതെന്ന് അതിന് ഞാൻ നിങ്ങൾക്കൊരു മെത്തേഡ് പറഞ്ഞു തന്നിട്ടുണ്ട്. 323 ആള് ഇവിടെ ഇപ്പോൾ ഒരു നമ്പറല്ലേ ഉള്ളൂ. എന്തായാലും സ്ക്വയർ റൂട്ട് മെത്തേഡ് നോക്കിയേ പറ്റൂ. അവന് തൊട്ടു പിന്നിലായിട്ടുള്ള പെർഫെക്റ്റ് സ്ക്വയർ ആകുന്നത് ആർക്കാ? 289. അവന്റെ സ്ക്വയർ റൂട്ട് ആരാ? 17. 17ന് തൊട്ടു പിന്നിലേക്ക് അപ് ടു 2 വരെയുള്ള പ്രൈം നമ്പറുകളിൽ ഈ പറയുന്നവന്റെ ഡിവിസിബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്താൽ 323ന്റെ ബാക്കി ഫാക്ടറുകളെ കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും എന്നതുകൊണ്ട് നമുക്കിനി കാര്യങ്ങളിലേക്ക് കടക്കാം. എന്തായാലും 2 വേണ്ട. അപ്പൊ ഞാൻ ആദ്യമേ ഈ എക്സ്ട്രീം എൻഡ് തന്നെ അങ്ങ് പരിശോധിക്കുക. 17 എന്തായാലും ഒരു ചോദ്യം നമ്മളോട് ചോദിക്കുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടാകുമല്ലോ. ഞാൻ അതുകൊണ്ട് എൻ്റെ ഒരു കൺഫർമേഷന് വേണ്ടിയിട്ട് ഞാൻ ഈ 17നെ അങ്ങ് ആദ്യമേ പരിശോധിക്കുക. അപ്പോൾ 17ന്റെ ഡിവിസിബിലിറ്റി എനിക്ക് അറിയാം. എന്താ ചെയ്യണ്ടേ? 323ന്റെ യൂണിറ്റ് പ്ലേസിനെ മാറ്റി എഴുതി ബാക്കിയുള്ള 2 നമ്പറുകൾ ഇപ്പുറത്തും എഴുതി. 32, 3. ഇനി എന്ത് ചെയ്യണം? യൂണിറ്റ് പ്ലേസിലുള്ള ആളിനോടൊപ്പം 5 ഗുണിക്കണം. ഇനി എന്ത് ചെയ്യണം? ഇവിടെ അവശേഷിക്കുന്ന സംഖ്യയും ഈ ഗുണിച്ച് കിട്ടുന്നവനെയും തങ്ങളിൽ എന്ത് ചെയ്യണം? കൂട്ടണമോ കുറയ്ക്കണമോ? 13 ആണെങ്കിൽ അപ്പുറവും ഇപ്പുറവും തങ്ങളിൽ കൂട്ടും. 17 ആണെങ്കിൽ അപ്പുറവും ഇപ്പുറവും തങ്ങളിൽ കുറയ്ക്കും. 19 ആണെങ്കിലും കൂട്ടണം അപ്പുറവും ഇപ്പുറവും എന്നറിയാലോ. ഇത് ഓർത്തു വെച്ചു. അപ്പൊ തങ്ങൾ എന്ത് ചെയ്യാൻ പോവാ? കുറയ്ക്കാൻ പോവാ. 32, ആ 32ൽ നിന്ന് 5 ഗുണം 3 എത്ര വരും മക്കളെ? 15. 5 ഗുണം 3 എത്ര വരും? 15. കുറയ്ക്ക്. അപ്പൊ ആൻസർ എത്ര വരും? 12ൽ നിന്ന് 5 പോയാൽ എത്ര വരും? 7. ഇനി എന്താ ഉള്ളത്? 3ൽ നിന്ന് ഇവിടെ 1 ആണോ? അല്ല, അപ്പുറത്തോട്ടൊന്ന് കടം കൊടുത്തില്ലേ, ബാക്കി ഇവിടെ 2 ഉള്ളൂ. 2ൽ നിന്ന് 1 പോയാൽ എത്ര വരും? 1. അപ്പൊ നമ്മൾ പറഞ്ഞു ഇങ്ങനെ കുറയ്ക്കുന്ന സമയത്ത് ഒന്നുകിൽ 0 വരണം, അല്ലെങ്കിൽ 17, അല്ലെങ്കിൽ 17ന്റെ ഗുണിതങ്ങൾ വരണം. വന്നാൽ 17 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഖ്യയാണ് 323 എന്ന് ഉറപ്പിച്ചൂടെ? ദാ കിട്ടി, 17 കിട്ടി. അപ്പൊ 323ന്റെ ഫാക്ടറുകളിൽ ഒരാളാരാ? 17. അപ്പൊ ഒരാളെ കിട്ടി. ഇനി അടുത്ത ആളെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്താൽ മതി. 323 ദാ നോക്കിക്കോ, 17 കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്യടാ. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ആരെ കിട്ടുമെന്നറിയോ? 17നകത്ത് 32 എത്ര തവണ? 1 തവണ. ബാലൻസ് 15 ഉണ്ട്. അപ്പോ 153 ആകും മൊത്തത്തില്. 17 ഗുണം 9 ആണ് 153. അതുകൊണ്ട് നമുക്ക് മനസ്സിലായി 17 ഗുണം 19 എന്ന് പറയുന്നത് എത്രയാ? 323. ഇനി നമുക്കറിയാം 17 എന്ന് പറയുന്ന ആളും ഒരു പ്രൈമാണ്, 19 എന്ന് പറയുന്ന ആളും ഒരു പ്രൈമാണ്. അപ്പോ എത്ര പ്രൈം ഫാക്ടറുകളായി? ഇവന് സ്വന്തമായിട്ട് 2 പ്രൈം ഫാക്ടറുകളായി. സോ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഇനി ചിലർക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഈ സ്ക്വയർ റൂട്ട് മെത്തേഡ് പ്രകാരം എടുക്കേണ്ട ആള് 17 അല്ലല്ലോ 19 എന്നല്ലേ? മക്കളെ, അല്ല. നമ്മുടെ സ്ക്വയർ റൂട്ട് മെത്തേഡ് പ്രകാരം
ഈ പറയുന്ന 323ന്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാൻ പരുവമായി നിന്ന് തരുന്ന ആള് ആ ഒരു മെത്തേഡ് വഴി 17ന് പുറകിലേക്ക് നോക്കിയാൽ മതി. ആ ഒരു റൂൾ അങ്ങനെ തന്നെ പഠിക്കണേ. അപ്പോൾ നിലവിലത്തെ ഈ ചോദ്യത്തിന്റെ ആൻസർ എന്താ? 2 പ്രൈം ഫാക്ടറുകൾ. ആരൊക്കെയാ? 17 ഉണ്ട്, 19 ഉണ്ട്. ഇനി ടോട്ടൽ എത്ര ഫാക്ടറുകൾ എന്നാ ചോദിച്ചതെങ്കിലോ ഇവിടെ 2 ഫാക്ടറിനെ കിട്ടി. ഇനി 1 ഉണ്ട്, ഇനി ആരുണ്ട്? 1 ഉണ്ട്, ഇനി ആരുണ്ട്? 323 ഉണ്ട്. ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച 17 ഉണ്ട്, 19 ഉണ്ട്. കണ്ടോ, 4 ഫാക്ടറുകളായി. അതിൽ 2 എണ്ണം കൃത്യമായും പറയുന്നു, 2 എണ്ണം പ്രൈമുകളാണ്. കണ്ടോ, അത് തന്നെ ഇവിടുത്തെയും ചോദ്യം. 2 പ്രൈം ഫാക്ടേഴ്സ്. കിട്ടിയില്ലേടാ? അടുത്ത ചോദ്യത്തിനകത്തേക്ക് പോടാ. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഇഫ് m and n are 2 different prime numbers, then the least common multiple of the 2 numbers must be equal to which of the following? least common multiple എന്ന് പറഞ്ഞാൽ ആരാ? LCM. തുടക്കത്തിലെ പ്രോപ്പർട്ടി പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞു തന്നു, എന്താ, 2 നമ്പറുകൾ തന്നിട്ടാണ്, അതും പ്രൈം നമ്പറുകളായ 2 പേരെ തന്നിട്ടാണ് LCM കാണാൻ പറയുന്നതെങ്കിൽ എന്ത് ചെയ്താൽ മതി? പ്രോഡക്റ്റ് ഓഫ് ദ 2 നമ്പേഴ്സ് നോക്കിയാൽ മതി. m into n. സോ ഓപ്ഷൻ എ എന്താ? mn, m plus n, m minus n, m plus mn. എന്ത് വരും ആൻസർ? ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. കണ്ടോടാ, പഠിച്ച് റൂളുകൾ കൃത്യമായിട്ട് മുമ്പോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ കിട്ടുന്ന ഗുണങ്ങൾ. ഈ ചോദ്യം പറ. ഇതൊരിത്തിരി ടാസ്ക് പിടിച്ച ചോദ്യമായിട്ട് തോന്നും, പക്ഷെ വളരെ നിസ്സാരമാണ്. A and B are 2 positive integers such that the least prime factor of A എന്ന് പറയുന്ന ഒരു സംഖ്യ അവിടെ ഉണ്ട്. അവന്റെ ലീസ്റ്റ് ആകുന്ന, ഏറ്റവും ചെറിയ അവനിൽ അടങ്ങുന്ന ഒരു ഫാക്ടർ 3 ആണ്. ആൻഡ് ദ ലീസ്റ്റ് പ്രൈം ഫാക്ടർ ഓഫ് ബി എന്ന് പറയുന്ന മറ്റൊരു നമ്പർ ഉണ്ട്, അവന്റെ ലീസ്റ്റ് പ്രൈം ഫാക്ടർ എന്ന് പറയുന്നത് 5 ആണ്. എങ്കിൽ ദ ലീസ്റ്റ് പ്രൈം ഫാക്ടർ ഓഫ് A പ്ലസ് ബി. നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അതിന്റെ ആൻസർ ഒന്ന് കമന്റ് ചെയ്തേ. എന്നിട്ട് അവനെ ശരിയാക്കാനുള്ള എന്തെങ്കിലും വഴി ഞാൻ ഈ പറയുന്നത് ഇന്ന് തെളിയുന്നു എന്ന് നോക്കേ. എടാ, ഒന്നുമില്ല, ആൻസർ അങ്ങ് പറയാ അല്ലേ, എന്തിനാ വഴി തെളിക്കാൻ നിൽക്കുന്നേ? എടാ, നോക്കേടാ, എ എന്ന് പറയുന്ന ആള് 3 ആണ്. ആ പറയുന്ന ആളിലുള്ള ഏറ്റവും ചെറിയ ഫാക്ടർ എന്ന് പറഞ്ഞാൽ അതിൽ 2 ഇല്ലല്ലോ. അതിനർത്ഥം എ എന്ന് പറയുന്ന ആൾ ആരാടാ? ഒരു ഓഡ് നമ്പറാ. പ്ലസ് ഇനി എന്താ? ലീസ്റ്റ് പ്രൈം നമ്പർ ഓഫ് ബി എന്ന് പറയുന്നത് 5. 5ന് താഴെ ഇല്ല, 2 അതിൽ വരുന്നില്ല. അതുകൊണ്ട് തന്നിരിക്കുന്ന നമ്പർ എന്തായാലും ഈവൻ അല്ലാതെ മറ്റാരാടാ? ഓടായ സംഖ്യയാ. ആരാടാ? 2 പേരും ഓടാ. ഇനി ഞാൻ തുടക്കത്തിലേ പറഞ്ഞില്ലേ, 2 ഓടായ സംഖ്യകളുടെ സമ്മുകൾ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നതായ ഉത്തരം എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പർ അല്ലേ? ഒരു നമ്പർ ഈവൻ ആണെങ്കിൽ ആ നമ്പറിന്റെ ഏറ്റവും ചെറിയ ഫാക്ടർ 2 ആയിരിക്കില്ലേ? ഓക്കെ ആണോ? എ ഉണ്ട്, ബി ഉണ്ട്, 2 പേരും ഓടാണെന്ന് ചോദ്യത്തിൽ നിന്ന് വ്യക്തം. എങ്കിൽ അവന്മാരെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നതായ തുക ഒരു ഈവൻ നമ്പർ ആണ്, ഉറപ്പാ. എങ്കിൽ 2 അല്ലേ അവന്റെ ഒരു ഏറ്റവും ലീസ്റ്റ് ആയ പ്രൈം ഫാക്ടർ എന്ന് പറയുന്നത്. കണ്ടോടാ, പ്രൈം ഫാക്ടറിനെ കണ്ടുപിടിക്കാനുള്ള ചോദ്യം അടിപൊളി ചോദ്യമല്ലേ? നോക്കടാ, ഇനിയും ഇതിലും നല്ല കിടിലൻ ഒരു ചോദ്യം പറയാം. നോക്കേ, എക്സ് ഉണ്ട്, വൈ ഉണ്ട്, 2 നമ്പറുകളായ എക്സ്, വൈ. ഈ പറയുന്ന 2 പേരും പ്രൈം ആകുന്ന നമ്പറുകളാണ്. എങ്കിൽ which one of the following cannot be the sum of x and y? തന്നിരിക്കുന്ന x, y എന്ന് പറയുന്ന 2 നമ്പറുകളുടെ സം ആകാൻ സാധ്യതയില്ലാത്തത് ആർക്കാണ്? ഇങ്ങനൊരു ചോദ്യം വരുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത് 2 ഓടുകളെ കൂട്ടിയാൽ കിട്ടാൻ പോകുന്നത് ആരെയായിരിക്കും? 2 ഓടുകളെ കൂട്ടിയാൽ കിട്ടാൻ പോകുന്നത് ഈവൻ ആയിരിക്കും. പക്ഷേ 2 എന്ന ഒരേ ഒരു ഈവൻ പ്രൈം നമ്പറിനോടൊപ്പം അവശേഷിക്കുന്ന മറ്റ് ഓടകളായ പ്രൈം നമ്പറുകളെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നതും ആര് തന്നെ ആയിരിക്കും? ഒരു ഓടായിരിക്കും. അതുകൊണ്ട് കൂട്ടത്തിൽ ഏറ്റവും കൂടുതലുള്ളവനെ പിൻ പോയിന്റ് ചെയ്തു. 5 ഒരു ഓട. ഓക്കെ ആണോ? 9 ഒരു ഓട, 23 ഒരു ഓട, 16 ഒരു ഓട. അപ്പോ അവിടെ നമുക്കൊരു പ്രശ്നം വന്നു. ഈ 16 എന്ന് പറയുന്ന ഒരാള് ഈവനായിട്ട് ഇവൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ ഇതായിരിക്കാം ആൻസർ എന്ന് നിങ്ങൾ വിചാരിക്കും. അല്ല, 2 പ്രൈം നമ്പറുകളുടെ സം എടുക്കണമെന്നല്ലേ പറയുന്നുള്ളൂ മക്കളെ. 2 പ്രൈമുകളുടെ സമ്മുകൾ എടുക്കണമെന്നല്ലേ പറയുന്നുള്ളൂ. അങ്ങനെ സം എടുക്കുമ്പോൾ ഈ 16ന് 13ഉം 3ഉം കൂടെ കൂട്ടാം. അപ്പോ 2 ഓടുകളായ ആളുകളെ കൂട്ടുമ്പോ നമുക്ക് ഒരു ഈവൻ കിട്ടും. 16 ഒരു ഈവൻ അല്ലേ?
പക്ഷേ ഓടുകളാകുന്ന ആളുകളിലാണ് പ്രശ്നം കിടക്കുന്നത്. ഏറ്റവും കൂടുതൽ ഉള്ളത് അവനല്ലേ ഈ പറയുന്ന ചോദ്യത്തില്. അപ്പൊ അവനൊരു സംഗതി എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. അപ്പോ ഓടാകുന്ന ആളുകളോടൊപ്പം എന്തായാലും 2 കൂട്ടാൻ പറ്റൂ, കാരണം 2 അല്ലാതെ വേറൊരു പ്രൈം ഇല്ല. അതുകൊണ്ട് 2ന്റെ കൂടെ 3 കൂട്ടിയാൽ 5 കിട്ടും. അതുപോലെ 2ന്റെ കൂടെ 7 എന്ന പ്രൈം കൂട്ടിയാൽ 9 കിട്ടും. പക്ഷേ 23 എന്ന ആളിലേക്ക് എത്താൻ ഇതൊരു ഓടല്ലേ, 2 കൂട്ടിയാലല്ലേ ഒരോട് പ്രൈമിന്റെ കോൺസെപ്റ്റ് പ്രകാരം വരും. അതുകൊണ്ട് 2ന്റെ കൂടെ 21 കൂട്ടിയാൽ 23 വരുമായിരിക്കും. പക്ഷെ 21 എന്തല്ല, ഒരു പ്രൈം അല്ലാത്തത് കൊണ്ട് ദിസ് ഈസ് നോട്ട് എ പോസിബിൾ സം. ഇത് എന്തല്ല, ഒരു പോസിബിൾ സം അല്ല. കണ്ടോ, കിടുക്കൻ ചോദ്യമല്ലേ. എന്താ പറഞ്ഞേ, എക്സും വൈയും 2 പ്രത്യേക സംഖ്യകളാ, അവന്മാര് പ്രൈമാ. ആ പറയുന്ന 2 സംഖ്യകൾ ഇവന്മാരാണെങ്കിൽ, പ്രൈമുകളാകുന്ന സംഖ്യ ആണെങ്കിൽ, ഈ പറയുന്ന 2 സംഖ്യകളുടെ തുകകൾ കാണുമ്പോൾ, സമ്മ് കാണുമ്പോൾ ഈ പറയുന്നതിൽ ഏത് സമ്മ് വരില്ല? ഈവൻ ആകുന്ന സമ്മുകൾ വരാനുള്ള സാധ്യതകളാ കൂടുതൽ. പക്ഷേ 2 ആണ് ഒരു പ്രൈം നമ്പർ എങ്കിൽ കൂട്ടി കിട്ടുന്നത് ഒരു ഓടായിരിക്കും. അതായത് ഈ തന്നിട്ടുള്ള 3 ഓടുകളിലും 2 ഉണ്ടാകണം. 2 ഉണ്ട്, 2നോടൊപ്പം മറ്റേ ആളാരായിരിക്കണം, ഒരു പ്രൈമാ. ഇവിടെ പ്രൈം ഉണ്ട്, ഇവിടെയും പ്രൈം ഉണ്ട്. ഇവിടെ പക്ഷേ 21 പ്രൈം അല്ലാത്തത് കൊണ്ട് 23 എന്ന സമ്മ് പോസിബിൾ അല്ല. അതുകൊണ്ട് അവനെ മാറ്റാം. ഓക്കെ ആണോ? ഇനി അടുത്ത ചോദ്യം നോക്കേടാ, അതിലും കിടിലനായ ഒരു ചോദ്യം. അടുത്ത ചോദ്യം നോക്കേടാ. എന്താ ഈ ചോദ്യത്തിന്റെ പ്രത്യേകത? There are 4 prime factors taken in ascending order. ഇപ്പൊ ഞാൻ പറയാ A, B, C, D ഇങ്ങനെയുള്ള 4 നമ്പറുകളുണ്ട്. 4 പേരും പ്രൈമ. എ എന്ന് പറയുന്നവൻ ഏറ്റവും ചെറുത്, അതിനേക്കാൾ വലുതാണ് ബി, അതിലും വലുതാണ് സി, ഏറ്റവും വലുതാണ് ഡി എന്ന രീതിയിൽ അറേഞ്ച് ചെയ്തു വെച്ചിരിക്കുന്ന 4 നമ്പറുകളിലെ എന്താ ദ പ്രോഡക്റ്റ് ഓഫ് ഫസ്റ്റ് 3, ആദ്യ 3 സംഖ്യകളുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 1771 എത്തിക്കാൻ പറ്റും. ഓക്കെ ആണോ? പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 1771. ഓക്കെ ആണോ? ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതിലേക്ക് എത്തുന്നതിന് മുമ്പ് അടുത്തതും കൂടെ വായിച്ച് സെറ്റാക്ക്. ദ സം ഓഫ് ദ ലാസ്റ്റ് 2 പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത് 82, അവസാനിക്കുന്ന 2. അതായത് ഇവന്മാരെ 2 പേരെയും കൂട്ടുമ്പോൾ കിട്ടുന്നത് 82. ഓക്കെ, എങ്കിൽ വാട്ട് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ദ ലാസ്റ്റ് 2? ഇവന്മാരെ ഗുണിച്ചാൽ എന്ത് കിട്ടുമെന്നാ ചോദിക്കുന്നത്. കണ്ടുപിടിക്കാനുള്ള വഴി കിടിലൻ ചോദ്യമല്ലേ. നിങ്ങൾ ആലോചിക്കും, ഇതിനെ ഇനി എങ്ങനെയാ ചെയ്യുന്നത്? ഒന്നുമില്ലടാ, ഏറ്റവും സിമ്പിളായ രീതിയിൽ ഇവനെ കണ്ടുപിടിക്കാം. ഏറ്റവും ആദ്യത്തെ എൻ്റെ ചോദ്യം 1771 ഡിവിസിബിലിറ്റി ഏറ്റവും പെട്ടെന്ന് ചെക്ക് ചെയ്യാൻ ആരെ കൊണ്ടാ പറ്റുന്നത്? അല്ലെങ്കിൽ ഏത് വെച്ച് ചെക്ക് ചെയ്യുമ്പോഴാണ് പറ്റുന്നത്? ഒന്നുമില്ല, കാണുമ്പോൾ തന്നെ അറിയാം. ഓൾട്ടർനേറ്റ് പ്ലേസുകൾ നോക്കുമ്പോൾ 7 1 8, 7 1 8, തങ്ങളിൽ 8 - 8 എടുത്താൽ 0. ഇത് ആരുടെ ഡിവിസിബിലിറ്റിയാ മക്കളെ? 11ന്റെ ഡിവിസിബിലിറ്റി. ആരുടെയാ? 11ന്റെ ഡിവിസിബിലിറ്റി. അതായത് ഒരു ഫാക്ടർ 1771 ആരാണ്? 11. ആ ഒരാളെ കിട്ടിയ ഈ ചോദ്യം നിസ്സാരമായിട്ട് സോൾവ് ചെയ്യാം. എങ്ങനെയാന്ന് നോക്കേ. 11 കൊണ്ട് ഇവനെ ഡിവൈഡ് ചെയ്. ഒരു തവണ അടങ്ങും. ബാലൻസ് എത്രയുണ്ട്? 6. 67 ആകത്തില്ലേ ഇവിടെ? 67നകത്ത് 11 അടക്കാം. എത്ര തവണ? 6 തവണ. ബാലൻസ് 1 വരില്ലേ? 1 ആകുമ്പോൾ 1 ആയില്ലേ? ഓക്കെ ആണോ? ഇനി 161 തൊട്ടു മുമ്പുള്ള ചോദ്യങ്ങളിൽ സോൾവ് ചെയ്തപ്പോൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് പഠിച്ച സ്ഥിതിക്ക് 7 അങ്ങോട്ട് ഇട്ടുകൊട്. എത്ര വരും? 7 2 14. ബാലൻസ് എത്ര ഉണ്ട്? 2 ഇല്ലേ? 21 എന്ന് പറയുമ്പോൾ ബാലൻസ് അവിടെ എത്ര? ഡിവിസിബിലിറ്റി നോക്കുമ്പോൾ 3 വരില്ലേ? അപ്പോ ഇനി താഴേക്ക് പോകില്ല. കാര്യം എന്താ? 23 ഒരു പ്രൈം നമ്പറാ. ഇനി ചോദ്യം ശ്രദ്ധിക്കടാ. ആദ്യ 3 പ്രൈം നമ്പറുകളുടെ ഗുണിതമാണ് 1771 എങ്കിൽ ഈ പറയുന്ന 11, ഈ പറയുന്ന 7, ഈ പറയുന്ന 23 അല്ലാതെ മറ്റൊരു സംഖ്യകളും ഇതിനകത്ത് ഉൾപ്പെടുന്നില്ല എന്ന് ഉറപ്പിക്കാം. അതുകൊണ്ട് ആ പ്രൈം നമ്പറുകളാകുന്ന ആളുകൾ ആര് തന്നെയാണ്? 7 11 23. ഓർഡറിൽ അങ്ങോട്ട് എഴുതും. 7 ബി എന്ന് പറയുന്നത് 11, അടുത്ത തൊട്ട് വലിയ സംഖ്യ 23. കണ്ടോ, 3 പ്രൈം നമ്പറുകൾ 7 11 23. കണ്ടോ, അസെൻഡിങ് ഓർഡറിൽ എഴുതി. 1771 ഉൾപ്പെട്ടു പോയ 3 പ്രൈം നമ്പറുകളെ നമ്മൾ പുറത്തെടുത്തു. കാരണം അവന്മാര് ആകെ 3 പ്രൈം നമ്പറുകളെ കൊണ്ട് ഗുണിച്ചപ്പോൾ കിട്ടിയത് 771. അതുകൊണ്ട് ആ ട്രിക്ക് ഇട്ടപ്പോൾ 3 പേരെയും കിട്ടിയില്ലേ?
കിട്ടിയില്ലേ? ഇനി എന്താ പറയുന്നേ? അവശേഷിക്കുന്നതായ സംഖ്യ, ആ നാലാമത്തെ വലിയ സംഖ്യ, ആ പറയുന്ന സംഖ്യ 23-നോടൊപ്പം ആ അവശേഷിക്കുന്ന ഏറ്റവും വലിയ സംഖ്യയാകുന്ന ഡി കൂട്ടുമ്പോൾ 82 വരണം എന്നാണെങ്കിൽ ഈ പറയുന്ന അവസാനിക്കുന്ന ആ ഡി എന്ന് പറയുന്ന വലിയ സംഖ്യ ആരാ? 82-ൽ നിന്ന് 23 കുറയ്ക്ക്, 82-ൽ നിന്ന് 23 കുറയ്ക്ക്. ആൻസർ എത്ര വരും ഇവിടെ? 59. എന്ത് വരും? 59. കണ്ടോ എത്ര വരും? 59. കണ്ടോടാ, 4 പ്രൈം നമ്പറുകളെയും വളരെ നിസ്സാരമായിട്ട് കണ്ടുപിടിച്ചു. ചോദ്യത്തിന്റെ വലുപ്പമല്ല, ചെയ്യുന്ന രീതി, നമ്മൾ ചിന്തിക്കുന്ന രീതിയിലാണ് കാര്യം. കണ്ടോ, ദാ 3, 4 നമ്പറിനെയും കിട്ടി. ഇനി ചോദിക്കുന്നത് എന്താ? ഇവന്മാരുടെ പ്രോഡക്റ്റ്. ആരുടെ പ്രോഡക്റ്റാ കണ്ടുപിടിക്കണ്ടേ? 23 ഗുണം 59 എത്ര വരും മക്കളെ? ഗുണിച്ചു നോക്കേ. 1357 എന്ന് വരും. എത്ര വരും ഇവിടെ? 1357 എന്ന് വരും. കിടിലൻ ചോദ്യമല്ലേ? കിടിലൻ ചോദ്യമല്ലേ? എത്ര വരും ഇവിടെ? 1357. ചെയ്ത് നോക്കടാ. ചോദ്യം കണ്ടോ? ചലഞ്ചിങ് ക്വസ്റ്റ്യൻസ് ആ ഇതൊക്കെ. അടുത്ത ചോദ്യം നോക്കടാ. ഫാക്ടേഴ്സ് ഓഫ് 1260. 1260ന്റെ ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടറുകൾ കണ്ടുപിടിക്കാമോ? ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാനുള്ള വഴി പറഞ്ഞു തരാം. ആദ്യമേ ഇവനെ അങ്ങ് ഡിവൈഡ് ചെയ്തേക്കുക. പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തേക്കുക. 2 കൊണ്ട് പ്രൈം ഫാക്ടറൈസേഷൻ തന്നെ ചെയ്യണേ. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് 6 ആയി. ഇവിടെ എത്ര ആകും? 3 ആകും. ഇത് 0 ആകും. ഇനിയും ഏത് പ്രൈം നമ്പർ? 2 കൊണ്ട് പറ്റും. ഡിവൈഡ് ചെയ്യട. ഇതെത്ര വരും? 3. ഇതെത്ര വരും ഇവിടെ? 1. ഇതെത്ര വരും ഇവിടെ? 5. ബാലൻസ്. ഇനിയും എത്ര കൊണ്ട്? 5 കൊണ്ട് അങ്ങ് ചെയ്തേരെ. ഇനി എത്ര വരും ഇവിടെ? 6 5 30. ബാക്കി 15-നകത്ത് 3. ശരിയല്ലേ? ഇനി ഇവിടെ എത്ര ഉണ്ടടാ? 7 കൊണ്ട് ഡിവൈഡ് ചെയ്യടാ. അപ്പൊ ഇവിടെ 9 വരില്ലേ? എന്നാ പിന്നെ പോകട്ടെ. ഇവിടെ 3 കൊണ്ട് അതാ ഇവിടെയും 3 വരും. നിർത്താം. കാര്യം ഇത് ഒരു പ്രൈം നമ്പർ എത്തി, അവിടെ നിർത്തി. ഇനി പറ, എത്ര തവണ അവിടെ 2കളുണ്ട്? താണ്ടേ 1 2 2കളുണ്ട്. പവർ അപ്പം ഞാൻ 2 ഗുണം 2-ന് പകരം 2 എന്ന് എഴുതി. 2 ഗുണം 2 എന്ന് എഴുതുന്നതിന് പകരം ഞാൻ 2 എന്ന് എഴുതി. ഗുണം എത്ര 3കളുണ്ട്? 2 3കളില്ലേ? അപ്പൊ ഞാൻ 3ന്റെ പവറിൽ എത്ര എഴുതി? 3 ശരിയല്ലേ? ഇനി അവിടെ 5 ഉണ്ട്, 7 ഉണ്ട്. 5ന്റെ പവർ 1 ഗുണം 7ന്റെ പവർ എത്രയാ? 1. ശ്രദ്ധിച്ചോ, 2ന്റെ പവർ 2, 3ന്റെ പവർ 2, 5ന്റെ പവർ 1, 7ന്റെ പവർ 1. മക്കളെ ഇങ്ങനെ കൃത്യമായിട്ട് എഴുതണം കേട്ടോ. 2 ഗുണം 2 എന്ന് എഴുതുന്നതിന് പകരം 2 3 ഗുണം 3 എന്ന് എഴുതുന്നതിന് പകരം 3 5 5 ഒരെണ്ണേ ഉള്ളൂ. പവർ 1 7 പവർ 1. ഇനി ഇത് ഇത്രയും കൂടെ ഗുണിക്കുമ്പോൾ തിരിച്ച് നമ്മുടെ 1260 കിട്ടുമല്ലോ. ഇനി നമ്പർ ഓഫ് ഫാക്ടേഴ്സ് വേണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു തരാം. ശ്രദ്ധിച്ച് കേൾക്ക. ഈ പവറായിട്ട് എഴുതിയേക്കുന്ന പ്രൈം നമ്പറുകളാകുന്ന ബേസുകളാണ് ഇവിടെ ഉള്ള എല്ലാം. ഈ പ്രൈമുകളാകുന്ന ബേസുകൾക്ക് മുകളിലുള്ള പവറിൽ അവന്റെ കൂടെ 1 കൂട്ട്. അവിടെ 2 ഉണ്ട്, 2ന്റെ കൂടെ 1 കൂട്ടിയാൽ 3. ഇവിടെ പവറിൽ 2 ഉണ്ട്, 2ന്റെ കൂടെ 1 കൂട്ടിയാൽ 3. ഇവിടെ 1 ഉള്ള 1ന്റെ കൂടെ പവറിൽ 1 കൂട്ടടാ. 1 + 1. ദാ ഇവിടെയും 1 ഉണ്ട്, 1ന്റെ കൂടെ 1 കൂട്ടടാ. കണ്ടോ? എന്നിട്ട് എന്ത് ചെയ്യണം? ഇവന്മാരെ പരസ്പരം അങ്ങ് ഗുണിച്ചേക്കണം. ഉത്തരം കിട്ടും. 2 1 3, 2 1 3, 1 1 2, 1 1 2. ഇനി നോക്കേടാ. 3 ഗുണം 3 9, 9 ഗുണം 2 18, 18 ഗുണം 2 36. അതായത് മൊത്തം എത്ര ഫാക്ടേഴ്സ്? 36 ഫാക്ടേഴ്സ്. കണ്ടോ? ഞാൻ പറഞ്ഞ കാര്യം പിടികിട്ടിയോ? ഒന്നുകൂടെ. ഈ പറയുന്ന പ്രൈം നമ്പറുകളെ ബേസ് ആക്കി വെച്ചുകൊണ്ട് അവന്മാരുടെ പവറുകളിൽ 1 കൂട്ടിയിട്ട് ഗുണിക്കുക. എന്ത് ചെയ്യുക? 2 ഇവിടെ. അതിന്റെ 1 കൂട്ടുമ്പോൾ 3 വരും. ഇവിടെയും 2, 1 കൂട്ടുമ്പോൾ 3 വരും. ഇവിടെയും പവറിൽ 1 കൂട്ടുമ്പോൾ 2 ആകും. ഇവിടെ 1 കൂട്ടുമ്പോൾ 2 ആകും. മൊത്തം ഇവിടെ ഗുണിച്ച് 3 ഗുണം 3 9, 9 ഗുണം 2 18, 18 ഗുണം 2 എത്ര വരും ഇവിടെ? 18ന്റെ ഇരട്ടി 36 വരും. ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എത്രയാണ് വരിക? 36. ഡൗട്ട് ഉണ്ടോ? ഇനി അവരൊരു പക്ഷേ ചോദിക്കാം ടോട്ടൽ പ്രൈം ഫാക്ടറുകൾ എത്രയെന്ന് ചോദിക്കാം. കേട്ടോ? ടോട്ടൽ പ്രൈം ഫാക്ടറുകൾ എത്രയെന്ന് ചോദിക്കാം. കേട്ടോടാ? അത് അടുത്ത ചോദ്യത്തിനകത്തൂടെ നമുക്ക് അതും കൂടെ പഠിക്കാം. താ നോയിക്കോ, എത്ര പ്രൈം ഫാക്ടറുകൾ ഉണ്ട് ഈ തന്നിട്ടുള്ളതിൽ? അങ്ങനെയെങ്കിൽ ഇത് ഞാൻ പറഞ്ഞു തരാം. മറ്റത് എത്രയെന്ന് നിങ്ങൾ പറയണേ. കുറച്ച് സിമ്പിളായി. ഇത് ഇച്ചിരി കൂടുതൽ ഉണ്ടായതുകൊണ്ട് ഞാൻ അങ്ങ് ചെയ്തേക്കാം. ഇത് നോക്കിക്കോടാ. എന്താടാ? 16/7. എപ്പോഴും പ്രൈമുകളാക്കി എഴുതണം മക്കളെ. 16 എന്ന് പറഞ്ഞാൽ ആരാടാ? 2/4 16 എന്ന് പറയുന്നത് ആണോ? ഇനി അതുപോലെ അവിടെ
27/6. 27 എന്ന് പറഞ്ഞാൽ ആരാ മക്കളെ? 3/3 ആണ് 27. ഇനി അവിടെ 5/9. ഇത്രയും കാര്യങ്ങൾ അറിയാമല്ലോ. ഇനി ഒരു കാര്യം കൂടെ അറിയണം. a/m the whole raised to n നെ എനിക്ക് എന്തെന്ന് വിളിക്കാം? a/mn എന്ന് വിളിക്കാം. ഇത്രയും കാര്യങ്ങൾ അറിയാമല്ലോ. ഇതറിയാമെങ്കിൽ ഈ ചോദ്യം എന്താ ഇപ്പൊ തീരും. 16 പകരം 2/4. ഇതിന് വെളിയിൽ 7. അപ്പം a/mn പ്രകാരം ഗുണം 7 കൂടെ ഇങ്ങോട്ട് വരും. ശരിയാണോ? 27 എന്ന് പറഞ്ഞാൽ 3/3. ഇവിടെ ഒരു 6 ഉണ്ട്. അത് ഈ ഒരു തിയറം പ്രകാരം ഇങ്ങ് അകത്തോട്ട് വരും. 3 ഗുണം 6. ശരിയാണോ? ഇനി അവിടെ ആരാ ഉള്ളത്? 5/9. അതിനെ അതേപോലെ അങ്ങ് എഴുതിക്കോ, മാറ്റമൊന്നുമില്ല. ഇനി നമ്പർ ഓഫ് പ്രൈം ഫാക്ടേഴ്സ് ആണ് ചോദിക്കുന്നതെങ്കിൽ ഈ പറയുന്ന 2ന്റെയും 3ന്റെയും 5ന്റെയും അതായത് പ്രൈമുകളാകുന്ന ബേസ് ഇല്ലേ, ആ പ്രൈമുകളാകുന്ന ബേസുകളുടെ പവറുകൾ ചുമ്മാ അങ്ങ് കൂട്ടിയാൽ മതി. 7 4 എത്ര വരൂടെ? 28 പ്ലസ് 6 ഗുണം 3 എത്ര വരൂടെ? 18 പ്ലസ് ഇവിടെ എത്ര ഉണ്ടടാ? 9. മൊത്തോടെ കൂട്ട്. 28 10 38 8 46 9 എത്ര വരൂടാ? 55. സോ ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എത്രയാ വരിക? സോറി, പ്രൈം ഫാക്ടേഴ്സ് എത്രയാ വരിക? 55 എന്ന് വരും. എന്ത് വരൂടാ? 55. ഓക്കെ ആണോ? അപ്പോ 16നെ 2/4 എന്നും 27നെ 3/3 എന്നും a/m the whole raised to n നെ a/mn എന്നും അറിയാമെങ്കിൽ ഈ ചോദ്യം എത്ര പ്രൈം ഫാക്ടറുകൾ ഉണ്ട് എന്നത് വളരെ നിസ്സാരമായിട്ട് സോൾവ് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്താൽ മതി? പവറുകളെ ചുമ്മാ അങ്ങ് കൂട്ടിയാൽ മതി. ബേസ് പ്രൈം നമ്പർ ആയിരിക്കണമെന്ന് മസ്റ്റാ. പവറുകൾ എന്ത് ചെയ്താൽ മതി? കൂട്ടിയേച്ചാൽ മതി. ഓക്കെ, ആൻസർ എത്ര വരും? 55. ചലഞ്ചിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകൾ നിങ്ങളുടെ മുമ്പിൽ എത്ര എണ്ണം വന്നെന്ന് കണ്ടോ? നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുള്ള, നിങ്ങൾ പഠിച്ചിട്ടുള്ളതായ കാര്യങ്ങളോടൊപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ഞാൻ ആഡ് ചെയ്ത് തന്നപ്പോൾ പ്രൈം നമ്പർ ഏറെക്കുറെ നല്ല രീതിയിൽ പഠിച്ചു എന്നൊരവസ്ഥയിലേക്ക് എത്തിയില്ലേ? ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? മാക്സിമം ക്വസ്റ്റ്യനുകൾ പ്രാക്ടീസ് ചെയ്ത് ആ ഒരു സ്പീഡ് കൈക്കലാക്കാൻ നോക്കണം. ഓക്കെ, അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.